ഓക്കെ, അപ്പം നമുക്ക് പാക്കറ്റ് ട്രേസർ എന്താണെന്ന് നോക്കാം. കുട്ടികളെല്ലാവരും കയറിയെങ്കിൽ നമുക്ക് നോക്കാൻ തുടങ്ങാം. ഓക്കെ, നമുക്ക് പാക്കറ്റ് ട്രേസർ എന്ന് പറഞ്ഞൊരു സിമുലേഷൻ ടൂളാണ് പഠിക്കാനുള്ളത്. അതിന് കാരണം ബേസിക്കലി നമ്മൾ നെറ്റ്വർക്കിങ്ങിനകത്ത് വരുന്നത് ആദ്യമേ ആ ഒരു കേബിളിനകത്ത് അല്ലെങ്കിൽ ആ മീഡിയം എന്ന് പറയുന്നതിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ക്രിമ്പിങ്, പഞ്ചിങ്, അങ്ങനെ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ഹാർഡ്വെയർ കണക്ഷൻസ് എല്ലാം വന്നതിന് ശേഷം നമുക്ക് പഠിക്കാനുള്ളതെല്ലാം ഒറിജിനലി നമുക്ക് കമ്പ്യൂട്ടറുകൾ വെച്ചാൽ ലാപ്ടോപ്പോ അല്ലെങ്കിൽ ഫോണിനൊക്കെ വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് എന്ന് അത് നമ്മൾ ചെക്ക് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഓരോ സിസ്റ്റങ്ങൾ നമ്മൾ വാങ്ങി ചെയ്യുന്നത് ഓരോ സെനാരിയോയും നമുക്ക് ഒറിജിനലി ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ സിമുലേഷൻ ടൂൾസ് യൂസ് ചെയ്യുന്നത്. ഈ സിമുലേഷൻ ടൂൾ യൂസ് ചെയ്യുമ്പോൾ വെച്ചാൽ എന്നാന്ന് വെച്ചാൽ നമുക്ക് എല്ലാ ഡിവൈസുകളും ഇതിനകത്ത് ആക്സസിബിൾ ആണെന്ന്. രണ്ടാമത്തത്, ഇതിന് നമുക്ക് ഓരോ തരത്തിലുള്ള സെനാരിയോസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നമുക്ക് ഹാർഡ്വെയർ എന്ന് പറഞ്ഞൊരു സാധനം വേണ്ട. ഇവിടെ ഈ ഒരു സോഫ്റ്റ്വെയർ സിസ്കോ പാക്കറ്റ് ട്രേസർ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ നമ്മൾ പർച്ചേസ് ചെയ്താൽ മതി. ഇത് ബേസിക്കലി സ്റ്റുഡൻസിന് അല്ലെങ്കിൽ സാധാരണഗതിയിൽ നമുക്ക് യൂസ് ചെയ്യാനുള്ളത് ഫ്രീ ആണ്. അപ്പോൾ അതുകൊണ്ട് ബേസിക്കലി സിസ്കോ പാക്കറ്റ് ട്രേസർ ഫ്രീ ആണ്. ഒന്നാമത്തെ കാര്യം, സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ഫ്രീ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കോസ്റ്റ് എന്ന് പറയുന്ന സംഭവം ഇവിടെ ആവുന്നില്ല. രണ്ടാമത്തെ, നമുക്ക് ഹാർഡ്വെയർ വാങ്ങുമ്പോൾ അത് പിന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ടൈമും ഉണ്ടാകും. സിമുലേഷൻ സോഫ്റ്റ്വെയർ യൂസ് ചെയ്താൽ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമുക്ക് ഇതിനകത്തുനിന്ന് തന്നെ എങ്ങനെയാണോ നമുക്ക് ഫിസിക്കലി ചെയ്യുന്നത്, ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്, അതേപോലെ തന്നെ നമുക്ക് സോഫ്റ്റ്വെയർ ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും എങ്ങനെയാണോ അത് ഓരോന്നും പ്രവർത്തിക്കുന്നത് അത് നമുക്കിവിടെ സ്പെസിഫിക് ആയിട്ട് സിമുലേറ്റ് ചെയ്യാനും പറ്റും. സോ അതിനുവേണ്ടിയാണ് നമ്മളൊരു സിമുലേഷൻ ടൂൾ പഠിക്കുന്നത്. അപ്പോൾ ബേസിക് നെറ്റ്വർക്കിങ്ങിനകത്ത് നമുക്ക് പഠിക്കേണ്ട സീനിയർ നെറ്റ്വർക്കിങ്ങിനകത്ത് കോഴ്സിനകത്ത് ആദ്യത്തെ 1-2 എക്സ്പീരിയൻസ് കഴിഞ്ഞാൽ, ക്രിമ്പിങ്, പഞ്ചിങ് എന്ന് പറയും എക്സ്പീരിയൻസ് കഴിഞ്ഞാൽ ബേസിക്കലി നമ്മൾ പാക്കറ്റ് ട്രേസർ വെച്ചിട്ടാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തുടങ്ങാം. ഞാൻ ഇതിൻ്റെ ഓരോ ഭാഗത്തെക്കുറിച്ച് ആദ്യം പറയുന്നില്ല. അതിന് പകരം ഞാൻ ബേസിക് ആയിട്ട് നെറ്റ്വർക്ക്, ഏറ്റവും ബേസിക് ആയിട്ടുള്ള നെറ്റ്വർക്ക് ചെയ്ത് കാണിക്കും. അപ്പോൾ അതിന് മുമ്പ് ആദ്യം നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് നെറ്റ്വർക്ക് എന്ന് വെച്ചാൽ എന്താണ്. നെറ്റ്വർക്ക് എന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേഷന് വേണ്ടി 2 അതിലധികമോ സിസ്റ്റങ്ങൾ തമ്മിൽ ഇൻ്റർ കണക്ട് ചെയ്യുന്നു, അല്ലേ? അതിനെയാണ് നമ്മളെന്തെന്ന് പറയുന്നത്, നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. 2 അതിലധികമോ സിസ്റ്റങ്ങൾ ഒരുമിച്ച് വെച്ച് ഉണ്ടാക്കുന്ന, ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉണ്ടാക്കുന്ന 2 അതിലധികമോ സിസ്റ്റങ്ങൾ ചേർത്ത് വെച്ച് ഉണ്ടാക്കുന്ന ഒരു കണക്ഷനെയാണ് ശരിക്കും നമ്മൾ നെറ്റ്വർക്ക് അല്ലെങ്കിൽ നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ നെറ്റ്വർക്കിനകത്ത് 2 തരത്തിലുള്ള ഡിവൈസ് വരാം. അപ്പോൾ ആ ഒരു കാര്യം ഇവിടെ ഒന്ന് നോക്കാം. 2 തരത്തിലുള്ള ഡിവൈസ് വരാം. നമുക്ക് ഞാൻ ഇതിൻ്റെ ഓരോ പോർഷനായിട്ട് കാണിക്കുക. ആദ്യം ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പോലെ ഒന്ന് കാണിച്ചതിന് ശേഷം ഞാൻ ഇതിൻ്റെ ഓരോ പാർട്ടിനെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞുതരാം. പിന്നെ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനെക്കുറിച്ചും പറഞ്ഞുതരാം. അപ്പോൾ ബേസിക്കായിട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. നമുക്ക് 2 തരത്തിലുള്ള ഡിവൈസ് ഉണ്ട്. ഒന്നാമത്തെ ഡിവൈസിൻ്റെ പേര് എൻഡ് ഡിവൈസസ് എന്നാണ്. എൻഡ് ഡിവൈസ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നമുക്ക് കണക്ഷൻസ് വരുന്നതോ അല്ലെങ്കിൽ കണക്ഷൻസ് പോകുന്നതോ മാത്രമായിരിക്കും. അവിടെ ഒരൊറ്റ കണക്ഷൻ കാണും. ഒന്നുകിൽ അവിടെ നിന്ന് ഒരു കണക്ഷൻ സ്റ്റാർട്ട് ചെയ്യും, ഇല്ലെങ്കിൽ അവിടെ ഒരു കണക്ഷൻ എൻഡ് ചെയ്യും. ഇതാണ് ശരിക്കും ഒരു എൻഡ് ഡിവൈസ് എന്ന് പറയുന്നത്. ഇത് ബാക്കിയുള്ള ഡിവൈസുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്നില്ല. അതാണ് ഒരു എൻഡ് ഡിവൈസ് എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിൾ ഏതൊക്കെയായിരിക്കും? ബേസിക്കുള്ള കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ലാപ്ടോപ്പ്
മൊബൈൽ ഫോൺസ് അല്ലെങ്കിൽ സെർവർ, ഇതൊക്കെയാണ് അതിൻ്റെ എക്സാമ്പിളായിട്ട് വരുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തത് നമുക്ക് ഇതേപോലുള്ള ഡിവൈസുകളെ, ഓക്കെ, അതേപോലുള്ള ഡിവൈസുകളെ, ഓക്കെ, ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒരു എൻ്റെ ഡിവൈസ് ഞാനൊന്ന് എടുത്ത് കാണിക്കുകയാണ് കേട്ടോ. എൻ്റെ ഡിവൈസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സാധാരണ കമ്പ്യൂട്ടർ. അപ്പോൾ നമുക്ക് 2 കമ്പ്യൂട്ടറുകൾ എടുത്ത് വെച്ചു. ഓക്കെ, ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ടിരുന്നാൽ മതി. ഇത് എങ്ങനെ ചെയ്യുന്നു എന്നുള്ള ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരാം, അപ്പോൾ അത് പേടിക്കണ്ട. അപ്പോൾ ഞാൻ 2 കമ്പ്യൂട്ടറുകളെ ഞാൻ കണക്ട് ചെയ്തു. ദെൻ അതിനുശേഷം ഈ കമ്പ്യൂട്ടറുകളെ കണക്ട് ചെയ്യാൻ, ഓക്കെ, 2 എണ്ണമാണ് എങ്കിൽ, 2 കമ്പ്യൂട്ടറുകൾ മാത്രമാണെങ്കിൽ അതിനെ കണക്ട് ചെയ്യാൻ ഒരു കേബിൾ മതിയാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഏറ്റവും ബേസിക് ആയിട്ടുള്ള നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ലോക്കൽ ഏരിയ നെറ്റ്വർക്കാണ്. അപ്പോൾ അതിനകത്ത് ഏറ്റവും ചെറിയ രീതിയിൽ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന 2 സിസ്റ്റങ്ങൾ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ നമ്മളൊരു സിസ്റ്റത്തെ ഞാൻ എടുത്ത് ഈ താഴെ നിന്നാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്തെക്കുറിച്ച് ഞാൻ ഒന്നുകൂടെ ഒന്ന് പറയാം. ഓക്കെ, നമുക്കിവിടെ 2 വിൻഡോസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ 2 വിൻഡോസ് അവൈലബിൾ ആണ്. ഇത്രയും എന്നുള്ളത് ഒരു വിൻഡോ ആണ്. അപ്പോൾ ഈ വിൻഡോ എന്ന് പറയുന്നത്, ഇതിന് പറയുന്നത് ഡിവൈസിൻ്റെ ടൈപ്പിനെ സെലക്ട് ചെയ്യാനുള്ള വിൻഡോ ആണ്. അപ്പോൾ ഡിവൈസ് ടൈപ്പ് സെലക്ഷൻ വിൻഡോ എന്നാണ് ഇതിൻ്റെ പേര്. ഓക്കെ, ഡിവൈസ് ടൈപ്പ് സെലക്ഷൻ വിൻഡോ എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ കാണിക്കുന്നത് ഏത് ടൈപ്പിലുള്ള ഡിവൈസ്, ലൈക്ക് നെറ്റ്വർക്ക് ഡിവൈസ് ആണോ, അതോ എൻഡ് ഡിവൈസസ് ആണോ, അല്ലെങ്കിൽ കമ്പോണൻസ് ആണോ, അല്ലെങ്കിൽ കണക്ഷൻസ് ആണോ എന്ന് പറയുന്നത്. അതുകൊണ്ട് മാത്രമല്ല, നമ്മളിപ്പോൾ എൻഡ് ഡിവൈസിൽ ക്ലിക്ക് ചെയ്താൽ അതിന് താഴെയായിട്ട് ഏത് എൻഡ് ഡിവൈസ് ആണ് എന്ന്, ഏത് ടൈപ്പിലുള്ള എൻഡ് ഡിവൈസ് ആണ്, ആദ്യത്തെ ഏത് തരത്തിലുള്ള ഡിവൈസ് ആണ്, രണ്ടാമത്തെ സ്പെസിഫിക് ആയിട്ട് ഇപ്പോൾ എൻഡ് ഡിവൈസ് ആണ്, എൻഡ് ഡിവൈസിനകത്തെ ഏത് ഡിവൈസ് ആണ് എന്ന് സ്പെസിഫിക് ആയിട്ട് കാണിക്കുന്നതാണ് ഡിവൈസ് ടൈപ്പ് സെലക്ഷൻ വ്യൂ അല്ലെങ്കിൽ വിൻഡോ എന്ന് പറയും. ഇനി ഞാനിപ്പോൾ ഇതിനകത്ത് ആദ്യമേ സെലക്ട് ചെയ്തിട്ട് എൻ്റെ ഡിവൈസ് സെലക്ട് ചെയ്തു. അതിനുശേഷം ഞാൻ സെലക്ട് ചെയ്ത് അതിനകത്ത് തന്നെ എൻ്റെ ഡിവൈസ് ഉണ്ട്, ഹോം ഉണ്ട്, സ്മാർട്ട് സിറ്റി ഉണ്ട്, ഇൻഡസ്ട്രിയൽ ഉണ്ട്, ദെൻ അതുപോലെ പവർ ഗ്രിഡ് ഉണ്ട്. ഞാൻ അതിനകത്തുനിന്ന് വീണ്ടും എൻ്റെ ഡിവൈസിനെ കണക്ട് ചെയ്തു. ദെൻ അതിനകത്ത് നോക്കിയേ, ഏത് ഡിവൈസ് എന്ന് സ്പെസിഫിക് ആയിട്ട് ഇവിടെ പറയുന്നുണ്ടല്ലേ, ഏതാണ് ഡിവൈസ് എന്ന് ഇവിടെ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്. അതിനെ എൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് പറയുന്നതാണ്, അല്ലെങ്കിൽ ആ ഒരു ഡിവൈസിന് സ്പെസിഫിക് ആയിട്ട് നമ്മളിവിടെ പറയുന്നുണ്ട്. അതിൻ്റെ എക്സാമ്പിളാണ് PC, ലാപ്ടോപ്പ്, സെർവർ, വെബ് സെർവർ, പ്രിൻ്റർ, ഫോൺസ്, അങ്ങനെ ഓരോന്നും ഉണ്ട്, അല്ലെങ്കിൽ TV, അങ്ങനെ എല്ലാത്തിനും ഏകദേശം ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മളൊരു PC മാത്രം സെലക്ട് ചെയ്തു. അപ്പോൾ ഈ ഒരു വിൻഡോയ്ക്ക് പറയുന്ന പേരാണ് ഡിവൈസ് സ്പെസിഫിക് സെലക്ഷൻ വിൻഡോ എന്ന് പറയും. ഓക്കെ, ഡിവൈസ് സ്പെസിഫിക് സെലക്ഷൻ വിൻഡോ. ഇതാണ് ഡിവൈസ് സ്പെസിഫിക് സെലക്ഷൻ വിൻഡോ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ ചെയ്യുന്നത്, അപ്പോൾ ഈ നമ്മൾ ആ 2 വിൻഡോസിനെ കുറിച്ച് പഠിച്ചു. ഇനി ഞാൻ ഓൾറെഡി ചെയ്ത 2 സിസ്റ്റങ്ങളെ ഞാൻ എടുത്ത് വെച്ചു. എവിടെ നിന്ന് എടുത്തത്? ഡിവൈസ് ടൈപ്പ് സെലക്ഷൻ വിൻഡോയ്ക്കകത്ത് നിന്ന് എൻ്റെ ഡിവൈസ് ക്ലിക്ക് ചെയ്തു. അതിനകത്തുനിന്ന് വീണ്ടും എൻ്റെ ഡിവൈസ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഞാൻ അവിടെ നിന്ന് എന്ത് ചെയ്തു, ഒരു PC എടുത്ത് വെച്ചു. ഓക്കെ, വീണ്ടും ഞാനൊരു PC എടുത്തു. അങ്ങനെ 2 PCകൾ എടുത്ത് വെച്ചു. അതിൻ്റെ പേരുണ്ട് PC0യും PC1 എന്ന് ഇവിടെ ഓൾറെഡി ബൈ ഡീഫോൾട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാനിതെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നില്ല, അതിന് പകരം വെറുതെ ഞാനിവിടെ നിന്ന് വെക്കുമ്പോഴേ, ഞാനിവിടെ എൻ്റെ മൗസ് പോയിൻ്റർ ഒന്ന് എടുത്ത് വെക്കുമ്പോഴേ, അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഇങ്ങനെ എടുത്ത് വെക്കുമ്പോഴേ കുറേ കാര്യങ്ങൾ അല്ലെങ്കിൽ കുറേ ഇൻഫർമേഷൻസ് ഇതിനെക്കുറിച്ച് തെളിഞ്ഞു വരുന്നുണ്ടാവും. അതാണ് ഇതിനകത്ത് പറയുന്ന പോർട്ട് ഏതൊക്കെയാണ്. ഫാസ്റ്റ് ഈതർനെറ്റ് 0 ഉണ്ട്, ബ്ലൂടൂത്തിൻ്റെ പോർട്ടുണ്ട്. അവിടെ 2 പോർട്ടുകളാണ് അവൈലബിൾ. അത് രണ്ടും ഡൗൺ ആണ്. ഇപ്പം അതവിടെ രണ്ടും ഇതിനകത്ത് ലിങ്ക് ഇല്ല. ലിങ്ക് ഉണ്ടെങ്കിൽ അത് ഡൗൺ ആണ്. അവിടെ IP അഡ്രസ് ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല. IP വേർഷൻ 4ഉം 6ഉം സെറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ ഇതിൻ്റെ MAC അഡ്രസ് ഉണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ അടുത്ത സിസ്റ്റത്തിനകത്ത് വെച്ച് നോക്കിയാലും നമുക്ക് ഇങ്ങനെ വരും. ഇനി ഞാനൊരു സിസ്റ്റത്തെ ഒന്ന് ക്ലിക്ക് ചെയ്യാണ്. ഒന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നോക്കി ഇവിടെ എനിക്ക് ഫിസിക്കൽ എന്ന് പറഞ്ഞു വന്നു. ഈ ഫിസിക്കൽ എന്ന് പറഞ്ഞതിനകത്ത് ശരിക്കും ഞാൻ സൂം ഔട്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് ശരിക്കും ഒരു CPU ആണ്. അതിനകത്ത് CD ഡ്രൈവ്, ഫ്ലോപ്പി ഡ്രൈവ്, ദെൻ ഇൻ്റർനെറ്റ് RJ45ൻ്റെ കണക്ഷൻസ് ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു RJ45ൻ്റെ ഇൻ്റർനെറ്റിൻ്റെ കണക്ഷൻ ഉണ്ട്. ബേസിക്കലി നിങ്ങൾ ഒന്ന് ചിന്തിച്ചാൽ മതി, നമ്മൾ ലാബിലിരിക്കുന്ന സമയത്ത് നമ്മൾ നെറ്റ് കണക്ഷന് വേണ്ടി നിങ്ങൾ എന്താ ചെയ്യുന്നത്? അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യുക? സിസ്റ്റത്തിൻ്റെ പുറകിൽ ഒരു
ട്വിസ്റ്റഡ് പെയർ കേബിൾ കുത്തും അല്ലേ. ട്വിസ്റ്റഡ് പെയറിൻ്റെ കേബിളിൻ്റെ ഏറ്റവും അറ്റത്തൊരു ഗ്ലാസി സർഫസ് ഉണ്ടാവും. അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ സിസ്റ്റത്തിൻ്റെ പുറകിൽ ഇതേപോലത്തെ ഒരു കണക്ഷൻ അല്ലേ, ഇതേപോലത്തെ ഒരു കണക്ഷൻ ഉണ്ട്. ഫാസ്റ്റ് ഈതർനെറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ RJ45 സ്പെസിഫിക്കലി ഇതിനെ പറയാം. ഈ RJ45 നമ്മൾ ക്ലിപ്പ് ചെയ്യാണ് ചെയ്യാറ്. ഓക്കെ, അപ്പോൾ ഒരു ബേസിക് ആയിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു സിസ്റ്റത്തിനകത്ത് ഒരു നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡും, ആ നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ് എന്ന് പറയുന്നത് ശരിക്കും നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഇൻ്റർഫേസ് ചെയ്യാനുള്ള കാർഡിനാണ് നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡിനകത്ത് ഇതേപോലെ ഒരു സ്ലോട്ടും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അത്തരത്തിന് ആ സംശയങ്ങളൊന്നുമില്ലല്ലോ. ഇതാണ് ഒരു സിസ്റ്റത്തിനകത്ത് ഒരു പോർട്ട് ഉണ്ടാവും, അതാണ് ഒരു ഫാസ്റ്റ് ഈതർനെറ്റ് പോർട്ട് ഉണ്ടാവും. ഓക്കെ, ദെൻ ഇനി ഞാനിപ്പോൾ ഓരോ സിസ്റ്റത്തിനെ കുറിച്ച് പറയുന്നില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് കാണിക്കാം. അതിനുശേഷം 1 by 1 ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോന്നും പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സിസ്റ്റത്തിനകത്ത് നോക്കുമ്പോഴും ഇവിടെയും അതേപോലെ ഒരു പോർട്ട് ഉണ്ടാവും. ഓക്കെ, അതേപോലെ ഒരു പോർട്ട് ഉണ്ടാവും. നമുക്കിവിടെ കോൺഫിഗറേഷനിൽ ക്ലിക്ക് ചെയ്താൽ 2 ടാബുകളാണ് ഓൾറെഡി ഉള്ളത്, ഗ്ലോബൽ ടാബും ഇൻ്റർഫേസ് ടാബും. ഈ ഗ്ലോബലിനകത്താണ് ബേസിക്കായിട്ടുള്ള സെറ്റിങ്സും അൽഗോരിതം സെറ്റിങ്സും വരുന്നത്. ഇനി അതല്ല, ഇൻ്റർഫേസിനകത്തായിരിക്കും ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഇവിടെയാണ് ഏതൊക്കെ തരത്തിലുള്ള പോർട്ടുകളാണ് എൻ്റെ സിസ്റ്റത്തിൽ അവൈലബിൾ ആയിരിക്കുക എന്നുണ്ടായിരിക്കുന്നത്. ഓക്കെ, നമുക്കിതൊരു ഈ വീഡിയോ യൂട്യൂബിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നിങ്ങളത് 1 by 1 ആയിട്ട് ഓരോ തവണ നിങ്ങളൊന്ന് ഈ ഞാൻ ഇൻസ്റ്റലേഷൻ കാണിച്ചതിന് ശേഷം നിങ്ങളത് എങ്ങനെയാണ് എന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്കിത് 2 തരത്തിൽ അവൈലബിൾ ആണ്. നമുക്ക് PC അവൈലബിൾ ആണ്, അതേപോലെ തന്നെ നമുക്ക് ഫോണിൽ അവൈലബിൾ ആണ്. ഓക്കെ, പാക്കറ്റ് ട്രേസർ 2 അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ ലാപ്പിൽ ആദ്യമേ കാണിച്ചു തരാം, അതിന് ശേഷം മറ്റേ കാണിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻ്റർഫേസ് എന്ന് പറയുമ്പോൾ 2 ഇൻ്റർഫേസ് ഉണ്ട്. ഫാസ്റ്റ് ഈതർനെറ്റ് 0 ഉണ്ട്, ബ്ലൂടൂത്തും ഉണ്ട്. ഓക്കെ, നമുക്ക് ഫാസ്റ്റ് ഈതർനെറ്റ് 0 ഉണ്ട്. ഓക്കെ, ഇവിടെ ഞാനൊന്നും ചെയ്തിട്ടില്ല, IP അഡ്രസ്സുകളൊന്നും സെറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി ഇത് തമ്മിൽ കണക്ട് ചെയ്യണമല്ലോ, 2 ഡിവൈസുകൾ തമ്മിൽ കണക്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഓർത്തോളം, ഇതിന് IP അഡ്രസ്സ് ഒന്നും ഞാൻ കൊടുത്തിട്ടില്ല, പക്ഷേ ഇതിന് MAC അഡ്രസ്സ് ഉണ്ടാവും. ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മുടെ ഒരു ക്ലാസ്സിലെ സ്റ്റുഡൻറ്റിന് ഒരു പേരുണ്ടാവും, അതാണ് ശരിക്കും MAC അഡ്രസ്സ് എന്ന് വിചാരിക്കുക. പക്ഷേ ഒരു യൂണിവേഴ്സിറ്റി രജിസ്റ്റർ നമ്പർ ഉണ്ടാവുമല്ലോ, അതാണ് ശരിക്കും IP അഡ്രസ്സ് എന്ന് ജസ്റ്റ് ഒന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ എല്ലായിടത്തും പോകുമ്പോൾ അല്ലെങ്കിൽ എല്ലാവർക്കും അറിയാൻ പറ്റുന്നത് നമ്മുടെ രജിസ്റ്റർ നമ്പർ ആയിരിക്കും. റിസൾട്ടൊക്കെ വരുമ്പോൾ നമ്മുടെ രജിസ്റ്റർ നമ്പറല്ലേ കാണാറുള്ളൂ. ദെൻ കുറച്ചുകൂടെ ഉള്ളിലേക്ക് അന്വേഷിച്ചാൽ മാത്രമേ നമ്മുടെ സ്പെസിഫിക് ആയിട്ട് ആരാണ് പേഴ്സൺ അല്ലെങ്കിൽ അയാളുടെ നെയിം ചോദിക്കുക. ഓക്കെ, അല്ലെങ്കിൽ മനസ്സിലാക്കുക. അപ്പോൾ നമ്മുടെ ഒരു സിസ്റ്റം എടുത്ത് 2 സിസ്റ്റങ്ങൾ എടുത്തതിന് ശേഷം ഞാൻ കണക്ട് ചെയ്യണം. ഏറ്റവും ബേസിക് ആയിട്ടുള്ള നെറ്റ്വർക്കാണ് കേട്ടോ. നെറ്റ്വർക്കിനകത്ത് ഏറ്റവും മിനിമം എത്ര ഡിവൈസ് വേണം? 2 ഡിവൈസുകൾ വേണം. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഇത് ഓരോന്നിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് പേടിക്കേണ്ട, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ. അതിനുശേഷം നമുക്ക് 1 by 1 ആയിട്ട് വരാം. ഓക്കെ, ഒന്ന് ഫോളോ ചെയ്താൽ മതി. ദെൻ ഈ താഴെയായിട്ട് ഡിവൈസ് ടൈപ്പ് സെലക്ഷൻ വിൻഡോയ്ക്കകത്ത് ഇത് തമ്മിൽ കണക്ട് ചെയ്യണമെങ്കിൽ കണക്ഷൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഡിവൈസ് ടൈപ്പ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ കണക്ഷൻസ് ക്ലിക്ക് ചെയ്യുക. നമുക്ക് 2 ഡിവൈസായി, ഒരെണ്ണം സെൻറ്ററായിട്ടും ഒരെണ്ണം റിസീവറായിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, അതിനകത്ത് ആർക്കും തർക്കമില്ല. പിന്നെ എന്താ വേണ്ട? ഒരു മെസ്സേജ് വേണം. പക്ഷേ മെസ്സേജ് പോകണമെങ്കിൽ നമുക്കൊരു മീഡിയം വേണ്ടേ? ആ മീഡിയമാണ് നമുക്കിപ്പോൾ വേണ്ടത്. ഓക്കെ, അപ്പോൾ ആ മീഡിയമാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. കണക്ഷൻസ് എടുക്കുമ്പോൾ ഈ 2 ഡിവൈസുകളും ഒരേ ടൈപ്പിലുള്ളതാണോ അതോ 2 ടൈപ്പിലുള്ളതാണോ നോക്കും. ഒരേ ടൈപ്പിലുള്ളതാണെങ്കിൽ നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇവിടുന്ന് 4ാമത്തെ കാണുന്ന കോപ്പർ ക്രോസ് ഓവർ കേബിൾസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഓർക്കുക, ഒരേ ടൈപ്പിലുള്ള ഡിവൈസുകളെ കണക്ട് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് കേബിൾ എന്ന് പറയുന്നത് കോപ്പർ ക്രോസ് ഓവർ കേബിൾസ് ആയിരിക്കും. നിങ്ങൾ ഇതിലേക്ക് കൂടി ഇങ്ങനെ ഹോവർ ചെയ്യുമ്പോൾ ജസ്റ്റ് മുകളിൽ കൂടി ഇങ്ങനെ പോകുമ്പോഴേ നമുക്കിവിടെ തെളിഞ്ഞു വരും. ഇനി അതല്ല, 2 തരത്തിലുള്ള ഡിവൈസുകളാണെങ്കിൽ എന്ത് ചെയ്യും? നമുക്ക് കോപ്പർ സ്ട്രെയിറ്റ് ത്രൂ കേബിൾസ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ സെനാരിയോയ്ക്കകത്ത് നമുക്ക് അവൈലബിൾ എന്താ? അതിലൊന്ന് ക്ലിക്ക് ചെയ്തു. ദെൻ ഇവിടെ ക്ലിക്ക് ചെയ്തു. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ചോദിക്കും ഏത് പോർട്ടിലോട്ടാണ് കണക്ട് ചെയ്യേണ്ടത്. നമുക്ക് ഇത് ഏത് പോർട്ടിലോട്ടാണ് കണക്ട് ചെയ്യാൻ പറ്റുക? ഫാസ്റ്റ് ഈതർനെറ്റ് കേബിളിലേക്ക് അല്ലേ. അപ്പോൾ നമ്മളിവിടുന്ന് ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ USB 1 ക്ലിക്ക് ചെയ്താൽ പറയും ദ കേബിൾ കനോട്ട് ബി കണക്റ്റഡ് ടു ദാറ്റ് പോർട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ശരി, നമ്മൾ ഇൻ്റർനെറ്റ് പോർട്ടിലേക്ക് അല്ലെങ്കിൽ ഫാസ്റ്റ് ഈതർനെറ്റ് പോർട്ടിലേക്ക് ക്ലിക്ക് ചെയ്യുന്നു, അറ്റാച്ച് ചെയ്യുന്നു. ഒരു കണക്ഷൻ 2 അറ്റം വേണമല്ലോ. ഇവിടെ ക്ലിക്ക് ചെയ്തു. നമ്മൾ 2ാമത്തെ അറ്റം ഫാസ്റ്റ് ഈതർനെറ്റ് 0 ഇവിടെയും കണക്ട് ചെയ്തു. ഓക്കെ,
നിങ്ങൾക്ക് ഇതിപ്പോൾ ഇവിടെ വെച്ചാൽ നമുക്കത് മുകളിലോട്ട് വെക്കാം, അങ്ങോട്ട് വെക്കാം, ഇങ്ങോട്ട് വെക്കാം കേട്ടോ. ഇത് ഇങ്ങനെ ജസ്റ്റ് മൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഒരു പ്രശ്നമല്ല, ഇവിടെ വെച്ചാലും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ 2 സിസ്റ്റങ്ങൾ ഞാൻ കണക്ട് ചെയ്തു. 2 സിസ്റ്റങ്ങളും കണക്ട് ചെയ്തിട്ട് നോക്കുമ്പോൾ നോക്കി, അവർക്ക് ആകപ്പാടെ ഉള്ളത് ഒരേ ഒരു പോർട്ടാണ് ഇൻ്റർനെറ്റിന് വേണ്ടി. അത് 2 സിസ്റ്റങ്ങൾ തമ്മിൽ കണക്ട് ചെയ്തു. നിങ്ങൾ പലരും കുറച്ചുകൂടെ സ്പീഡിൽ എന്നുവെച്ചാൽ സ്പീഡിലായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ 2 സിസ്റ്റങ്ങൾ തമ്മിൽ വേണ്ടി വരുമ്പോൾ സാധാരണ ഒരു നമ്മുടെ Cat 5 കേബിൾ അല്ലെങ്കിൽ നെറ്റ്വർക്കിംഗ് കേബിൾസ്, ഈതർനെറ്റ് കേബിൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിയതിന് ശേഷം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാറുണ്ട്. ആ സമയത്ത് നല്ല സ്പീഡായിരിക്കും. ഓക്കെ, അപ്പോൾ അതേപോലെ നമ്മളിത് കണക്ട് ചെയ്യാമെന്ന് വിചാരിക്കും. 2 ലാപ്ടോപ്പ് എടുത്തിട്ട് അതിൻ്റെ 2ൻ്റെ ഇൻ്റർനെറ്റ് പോർട്ടിലേക്ക് ഒരു ഇതെടുത്ത് വെച്ചു. ഇനി നമുക്ക് വേണ്ടത് ഇവിടെ ഒരു മാക് അഡ്രസ്സ് ഉണ്ട്. എന്ന് വെച്ചാൽ സ്വന്തമായിട്ടൊരു സ്റ്റുഡൻറ്റിൻ്റെ പേരുള്ള പോലെ ഒരു മാക് അഡ്രസ്സ് ഉണ്ട്. പക്ഷേ മാക് അഡ്രസ്സ് ഉണ്ട്, നമുക്ക് നെറ്റ്വർക്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതിന് വേണ്ടിയുള്ളൊരു അഡ്രസ്സിൻ്റെ പേരാണ് എന്ത്? IP അഡ്രസ്സ് എന്ന് പറയും. ഓക്കെ, നമുക്ക് ഓൾറെഡി ഒരു പേരിട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഒരു സ്റ്റുഡൻറ്റിന് ഓൾറെഡി ഒരു പേരുണ്ട്. അയാൾ കോളേജിൽ വരുന്നതിന് മുമ്പ് ഒരു പേരുണ്ട്. എന്ന് വെച്ചാൽ ഇവർ നെറ്റ്വർക്കിൽ വരുന്നതിന് മുമ്പ് ഒരു പേരുള്ളത് പോലെ അയാൾ കോളേജിൽ വരുന്നതിന് മുമ്പ് സ്റ്റുഡൻറ്റിന് പേരുണ്ട് എന്ന് പറയുന്നത് ഒരു സ്വന്തമായിട്ടൊരു പേരുണ്ടാവില്ല, റിയൽ നെയിം ഉണ്ടാവും. അതേപോലെയാണ് ശരിക്കും നെറ്റ്വർക്കിൽ വരുന്നതിന് മുമ്പേ ഇയാൾക്കൊരു മാക് ID ഉണ്ടാവും, മാക് അഡ്രസ്സ് ഉണ്ടാവും. പക്ഷേ നെറ്റ്വർക്കിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ മാക് അഡ്രസ്സ് അല്ല വിളിക്കുന്നത്. അല്ലെങ്കിൽ കോളേജിൽ വന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ മൊത്തം കോളേജിലേക്ക് ഇൻ്റർകണക്ട് ചെയ്ത് വരുമ്പോൾ നമ്മൾ ഓരോരുത്തരെയും തിരിച്ചറിയാൻ വേണ്ടി രജിസ്റ്റർ നമ്പർ യൂസ് ചെയ്യുന്നത് പോലെ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ രജിസ്റ്റർ നമ്പർ യൂസ് ചെയ്യുന്നത് പോലെ ഇവിടെ എന്താ ചെയ്യുക? ഇവിടെ IP അഡ്രസ്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിൽ വെറുതെ ഇങ്ങനെ പതുക്കെ ഒന്ന് വെക്കുമ്പോൾ ഫാസ്റ്റ് ഈതർനെറ്റ് 0 അപ്പാണ്. എന്ന് വെച്ചാൽ ആ ഒരു ലിങ്ക് അപ്പാണ്. എന്ന് വെച്ചാൽ അത് ഓൾറെഡി കണക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണിത് ഇവിടെ ഒരു ട്രയാങ്കിൾ കാണിക്കുന്നതും അത് പച്ച നിറത്തിൽ കാണിക്കുന്നത്. ആദ്യം അതൊരു ഓറഞ്ച് നിറമായി, പിന്നെ വേഗം പച്ച നിറമായി. ഇനി അതല്ല ചുമല നിറത്തിലാണ് കാണിക്കുന്നത് എങ്കിൽ അതിനർത്ഥം അത് കണക്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന്. ഇനി ഇവിടെ കണക്ഷൻസ് പറ്റും. ഓക്കെ, പക്ഷേ ഒരു പ്രശ്നമുണ്ട്. എന്താ? ഇവിടെ കമ്മ്യൂണിക്കേഷൻ നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ പ്രോട്ടോകോൾ ബേസിക്കലി വേണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു IP അഡ്രസ്സാണ് കൊടുക്കാൻ പോകുന്നത്. ഇനി IP അഡ്രസ്സ് എങ്ങനെയാണ് കൊടുക്കുന്നത്? 2 തരത്തിൽ കൊടുക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് കാണിക്കാം. ഓക്കെ, ശ്രദ്ധിച്ചിരുന്നതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഒന്നെങ്കിൽ കോൺഫിഗറേഷൻസിനകത്ത് ഇൻ്റർഫേസിനകത്ത് ഫാസ്റ്റ് ഈതർനെറ്റ്, ഞാൻ അത് ജസ്റ്റ് ചെറുതാക്കിയതിന് ശേഷം കാണിച്ചത് എങ്ങനെയാണോ ഉള്ളത് എങ്ങനെയാണ് നിങ്ങൾ ചെയ്യാൻ പഠിക്കണം. ഓക്കെ, ഫാസ്റ്റ് ഈതർനെറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ആദ്യം നോക്കുക പോർട്ടിൻ്റെ സ്റ്റാറ്റസ് ഓൺ ആണോ ഓഫ് ആണോ, അത് ഓൺ ആക്കി വെച്ചേക്കുക. ഇനി ഒരു IP അഡ്രസ്സാണ് കൊടുക്കാൻ പോകുന്നത്. ഒരു IP അഡ്രസ്സ് കൊടുക്കുമ്പോൾ നമുക്ക് 2 തരത്തിൽ കൊടുക്കാം. IP അഡ്രസ്സ് അസൈൻ ചെയ്യുന്ന കാര്യമല്ല ഞാൻ ഉദ്ദേശിച്ചത്. പകരം ഒരു IP അഡ്രസ്സ് എന്ന് പറയുന്നത് ഒന്നുകിൽ ഓട്ടോമാറ്റിക്കായിട്ട് കൊടുക്കാം. അതാണ് DHCP, ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോകോൾ എന്ന് പറയും. ഓക്കെ, DHCP എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്താൽ നോക്കിയേ, ഞാനൊന്നും ചെയ്യേണ്ടി വന്നില്ല. ഒരു IP അഡ്രസ്സും അതിൻ്റെ സബ്നെറ്റ് മാസ്കും ഇവിടെ തന്നെ വന്നു. ഓക്കെ, അതല്ലെങ്കിൽ നമുക്ക് സ്റ്റാറ്റിക് ആയിട്ട് നമുക്ക് തന്നെ ഒരു IP സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു IP ആണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഒരു ക്ലാസ് C അഡ്രസ്സിലുള്ള ഒരു IP അഡ്രസ്സാണ് ഞാനിപ്പോൾ കൊടുക്കുന്നത്. 192.168.1.0 എന്ന് കൊടുത്തുന്നിരിക്കട്ടെ. ഞാൻ പറയുന്നത് ഈ ഒരു നെറ്റ്വർക്കിൻ്റെ പേരാണ് 192.168.1. എന്നതിന് ശേഷം ഏറ്റവും അവസാനം ഉള്ളത് ഒരു 0 ആണെങ്കിൽ അതൊരു നെറ്റ്വർക്കിനെ കാണിക്കുന്നത്. അപ്പോൾ ആ 0 എന്ന് പറയുന്ന നെറ്റ്വർക്കിനെ കാണിക്കുമ്പോൾ ആ 0 പറ്റില്ല, അതിന് പകരം 1 പറ്റും. ഓക്കെ, ഞാൻ IP കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയാം. അപ്പോൾ ഇന്ന് അസൈൻ ചെയ്തതിന് ശേഷം പറയാം. അതിനുശേഷം ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴേ ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ സബ്നെറ്റ് മാസ്കും വന്നു. ഓക്കെ, അപ്പോൾ ഇതൊന്ന് കളഞ്ഞേക്കാം. അങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ IP അഡ്രസ്സ് എന്താണെന്ന് ജസ്റ്റ് ഇതിൻ്റെ മുകളിൽ നിന്ന് വെച്ച് നോക്കുമ്പോൾ ഫാസ്റ്റ് ഈതർനെറ്റ് 0 ലിങ്ക് എന്ന് പറഞ്ഞാൽ അപ്പാണ്. IP അഡ്രസ്സ് എന്താ? 192.168.1.1/24 എന്ന്. ഈ /24 എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അതിനകത്തെ ആദ്യത്തെ 24 ബിറ്റ് എന്താ? നെറ്റ്വർക്ക് പാർട്ടാണെന്നാണ്. അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് അടുത്തതിൻ്റെ IP-യോട് ഞാനൊന്ന് സെറ്റ് ചെയ്യാം, അതിനുശേഷം പറയാം. ഓക്കെ, അപ്പോൾ അടുത്തതിൽ ക്ലിക്ക് ചെയ്തു. നമ്മൾ മുമ്പേ ചെയ്ത കോൺഫിഗറേഷൻസിനകത്ത് പോയിട്ട് അല്ലേ, ഇതിപ്പോൾ ഇങ്ങനെയാണെന്ന് വിചാരിച്ചു, ഇങ്ങനെ ആയിരിക്കും ചിലപ്പോൾ കിടക്കുന്നത്. അപ്പോൾ പേടിക്കേണ്ട. ഇൻ്റർഫേസിൽ ക്ലിക്ക് ചെയ്ത് ഫാസ്റ്റ് ഈതർനെറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഞാനിവിടെ
ടൈപ്പ് ചെയ്ത് കൊടുക്കുമായിരുന്നു ചെയ്ത്. പക്ഷേ ഇതിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് അങ്ങനല്ല. ഡെസ്ക് ടോപ്പ് ക്ലിക്ക് ചെയ്യും. ഓക്കെ, എന്താ ചെയ്യുന്നത്? ഡെസ്ക് ടോപ്പ് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം IP കോൺഫിഗറേഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, മുമ്പേ എങ്ങനെ നമ്മൾ ചെയ്ത് ക്ലിക്ക് ചെയ്തു, കോൺഫിഗറേഷൻസ് എടുത്തു, ഫാസ്റ്റ് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്തു, നമ്മൾ സ്റ്റാറ്റിക്കായിട്ട് IP സെറ്റ് ചെയ്തു. നമ്മളിവിടെ അങ്ങനെയാണോ ചെയ്യുന്നത്? അല്ല. എങ്ങനെ? ക്ലിക്ക് ചെയ്തു, ഡെസ്ക്ടോപ്പ് എടുത്തു, അവിടെ നിന്ന് IP കോൺഫിഗറേഷൻസ് ക്ലിക്ക് ചെയ്തു. ദെൻ ഇവിടെയും DHCP ഉണ്ട്, സ്റ്റാറ്റിക്, രണ്ടും സെയിം ആണ് കേട്ടോ. ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. നിങ്ങൾ ഡെസ്ക്ടോപ്പിൽ വന്ന് IP കോൺഫിഗറേഷൻ സെറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും എളുപ്പം അതാണ്. പറ്റുമെങ്കിൽ മറ്റേ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ ഡെസ്ക്ടോപ്പിൽ വന്നു, DHCP ക്ലിക്ക് ചെയ്താൽ നോക്കിയാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇവർ ഇങ്ങനെ തരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാതെ വേണ്ട, നമുക്ക് സ്റ്റാറ്റിക്കായിട്ട് വേണം എന്ന് പറഞ്ഞു. സ്റ്റാറ്റിക്കായിട്ടുള്ളത് നമ്മൾ ക്ലിക്ക് ചെയ്തു. നമ്മൾ കൊടുക്കാൻ പോവാണ് മുമ്പത്തെ അതേപോലെ തന്നെ കൊടുക്കണം കേട്ടോ. 192.168.1.2 എന്ന് കൊടുക്കാം. 1.0 എന്ന് കൊടുക്കാൻ പറ്റില്ല, കാരണം അതൊരു നെറ്റ്വർക്കിനെ കാണിക്കുന്നു. പോയിന്റ് കഴിഞ്ഞ് 0 എന്നാണെങ്കിൽ അതിനർത്ഥം അതിന് മുമ്പുള്ള ഒരു നെറ്റ്വർക്കാണ്. 192.168.1.0 എന്ന് പറയുന്ന ഒരു നെറ്റ്വർക്കാണ്. അതിനകത്ത് എത്ര ഡിവൈസുകൾ വരാം എന്നുള്ളത് 254 ഡിവൈസുകൾ വരാം. അതിനർത്ഥം 1.0 എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്കിനെ കാണിക്കും. 255 എന്ന് പറയുന്നത് 255 എന്ന് പറയുന്നത് അതിൻ്റെ മാസ്കിനെ കാണിക്കാനും ഉപയോഗിക്കാം. അപ്പോൾ ആദ്യത്തെ നെറ്റ്വർക്കിനെ കാണിക്കാനും 255 എന്നുള്ളത് മാസ്കിനെ കാണിക്കാനുമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? മാറ്റിയിട്ട് 1.1 എന്ന് പറഞ്ഞാൽ അപ്പുറം കൊടുത്തുകൊണ്ട് അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. തൊട്ടടുത്ത 1.2 കൊടുത്തു. 1.2 കൊടുക്കണം എന്നല്ല കേട്ടോ, 1.254 കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, എന്തും കൊടുക്കാം. അതിനുശേഷം നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ സബ്നെറ്റ് മാസ്ക് എന്ന് പറഞ്ഞ് ഇവിടെ ഓട്ടോമാറ്റിക്കലി ഇവിടെ വന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വന്നു. പിന്നെ ഒന്ന് ക്ലോസ് ചെയ്യാണ്. ഇനി ഇവർ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടോ എന്ന് അറിയണം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇനി ക്ലിക്ക് ചെയ്ത് നോക്കൊന്നും വേണ്ട. ഇവിടെ നിന്ന് നോക്കുമ്പോൾ മനസ്സിലാവും 192.168.1.2 എന്ന് പറഞ്ഞ് ഇവിടെ IP സെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലായി. ഓക്കെ, നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു സിസ്റ്റമാണ് സിസ്റ്റമാണ് കാണിക്കുന്നത് കേട്ടോ. ഏറ്റവും ബേസിക് ആയിട്ടുള്ള നെറ്റ്വർക്ക് നമ്മളിപ്പോൾ സ്വിച്ച് വെച്ചിട്ടുള്ളത് ചെയ്യും. അപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം ഇപ്പോൾ കണ്ടാലേ മനസ്സിലായാലും നമുക്കത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് മനസ്സിലായല്ലോ. ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റുന്ന ഈ ഒരു പ്രോപ്പർട്ടി എവിടെ ഉള്ളതെന്നറിയാമോ? അത് ഇവിടെ മുകളിലായിട്ട് ആദ്യത്തെ ഡീഫോൾട്ടായിട്ടുള്ള സെലക്റ്റാണ്. അപ്പോൾ ഇതെല്ലാം വേണ്ട, അതിൻ്റെ തൊട്ടപ്പുറം നോക്കിയേ, ഇതിൻ്റെ പേരാണ് ഇൻസ്പെക്റ്റ് എന്ന് പറയും. ഈ ഇൻസ്പെക്റ്റ് എന്ന് പറയുന്നത് തന്നെയാണ് ശരിക്കും ഇത് ഉണ്ടോ. ഇൻസ്പെക്റ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ മുകളിൽ വെക്കുമ്പോൾ ഒരു സെർച്ച് പോലൊരു ഇതാണ്. അതിൻ്റെ മുകളിൽ വെക്കുമ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീഫോൾട്ടായിട്ടുള്ള എല്ലാ വിവരങ്ങളും വന്നില്ലേ. ബൈ ഡീഫോൾട്ട് നമ്മളിത് സെലക്ട് ചെയ്യാതെ വെറുതെ അതിൻ്റെ മുകളിൽ കൂടെ ജസ്റ്റ് ഒന്ന് മാറ്റുവാണെങ്കിലും ഈ ഒരു ആപ്ലിക്കേഷൻ ആയിരിക്കും ബൈ ഡീഫോൾട്ട് റൺ ആകുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നത് ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടോയെന്ന് എങ്ങനെ അറിയും? ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടോ എന്നറിയണമെങ്കിൽ നമ്മൾ ഇവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടോ എന്നറിയാൻ നമുക്കതിനെ പിങ് ചെയ്ത് നോക്കാം. എന്ത് ചെയ്ത് നോക്കാം? പിങ് എന്ന് പറഞ്ഞൊരു കമാൻഡ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ അത് വെച്ചിട്ടാണ് നമ്മൾ ICMP വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അത് വെച്ചിട്ടാണ് നമ്മളിത് തമ്മിൽ കണക്ഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഏതെങ്കിലും ഒരു സിസ്റ്റത്തിൽ കയറുക, ക്ലിക്ക് ചെയ്തു. നമ്മൾ ഇതിനകത്ത് നിന്ന് എവിടെ വരണം? ഡെസ്ക് ടോപ്പിൽ വരണം. ശ്രദ്ധിച്ചോണേ, ഡെസ്ക്ടോപ്പിൽ വരുമ്പോൾ ഇവിടെ കുറേ കാര്യങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. 1 by 1 ആയിട്ട് നമ്മളിതെല്ലാം ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതിനകത്ത് മുഴുവൻ നിങ്ങൾക്കില്ല, കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്കിപ്പോൾ IP കോൺഫിഗറേഷൻ വെച്ചിട്ട് IP സെറ്റ് ചെയ്യാൻ നമുക്കറിയാമല്ലോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കമാൻഡ് പ്രോംപ്റ്റ് എടുക്കുകയാണ്. കമാൻഡ് പ്രോംപ്റ്റിലൊന്ന് ക്ലിക്ക് ചെയ്ത് എന്നിട്ട് ഞാൻ ചെയ്യുകയാണ് PING പിങ്. ഓക്കെ, ഞാനൊന്ന് ടെക്സ്റ്റ് മാറ്റട്ടെ. PING പിങ്. എങ്ങോട്ടാണ് പിങ് ചെയ്തിട്ട് നോക്കണ്ടേ? 192 ആ സിസ്റ്റത്തിൻ്റെ പേരല്ല നമ്മൾ അടിക്കുന്നത്, പേര് IP അഡ്രസ്സാണ് അടിക്കുന്നത് കേട്ടോ. 192.168.1.1 എന്ന് അടിക്കാം. 1 എന്ന് അടിച്ചാൽ അതിനർത്ഥം നമ്മുടെ സ്വന്തം സിസ്റ്റമാണ്. ഓക്കെ, നമ്മുടെ സ്വന്തം സിസ്റ്റത്തിന് പ്രശ്നങ്ങളൊന്നുമില്ല, നമ്മുടെ പോർട്ടെല്ലാം ഓക്കെയാണ്. നമുക്ക് അടിക്കുന്ന 1.2 ആണ്. നിങ്ങൾ ചെയ്യുമ്പോൾ ഓരോ തവണ നമുക്ക് ടൈപ്പ് ചെയ്യേണ്ടി വരത്തില്ല, കാരണം ഇതെവിടെ ഉണ്ടാകും? നമ്മുടെ ആരോ കീസിലുണ്ടാകും. ആരോ കീ ജസ്റ്റ് ഒന്ന് മാറ്റിയാൽ മതി. ഓക്കെ, ഇതിപ്പോൾ എടുത്തു, ജസ്റ്റ് ആരോ കീ ഞെക്കിയാൽ അവിടെ ഉണ്ടാകും. 1.2 ആണ് നമ്മുടെ അടുത്ത സിസ്റ്റം. അടുത്ത സിസ്റ്റത്തിൻ്റെ പേര് 1.2 എന്ന് തന്നെ അല്ലേ? അതെ. അപ്പോൾ അതിലോട്ടൊന്ന് പിങ് ചെയ്യാണ്.
ഈ പിങ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് റിപ്ലൈ വരുന്നുണ്ടോ? 1.1 നിന്നാണ് കേട്ടോ ഇപ്പോൾ ചെയ്യുന്നത്. 1.1 നിന്നാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. 1.1 നിന്ന് നമ്മൾ 1.2 പിങ് ചെയ്യുമ്പോൾ പറയുന്നത് നോക്കണം, റിപ്ലൈ ഫ്രം 1.2 എന്ന് പറഞ്ഞ സിസ്റ്റത്തിൽ നിന്ന് റിപ്ലൈ വരുന്നുണ്ട്. 32 ബൈറ്റിലാണ് ആ റിപ്ലൈ വന്നത്. 1 മില്ലി സെക്കൻഡേ എടുത്തുള്ളൂ, അല്ലെങ്കിൽ 1 മില്ലി സെക്കൻഡിനേക്കാൾ കുറവേ എടുത്തുള്ളൂ. ടൈം ടു ലീവ് അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്കുള്ള ടൈം എന്ന് പറയുന്നത് 1:28 ആണ്. ജസ്റ്റ് അതിനെക്കുറിച്ച് ഒരുപാട് മനസ്സിലാക്കണ്ട, അത്രയും മനസ്സിലാക്കുക. ഇവിടെ ഒരു ഇതുണ്ടാവും, പിങ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് സെൻഡ് ചെയ്ത 4 റിസീവ് ചെയ്ത 4 ലോസ്റ്റ് ആയത് 0% ലോസ് ആണെന്ന് പറഞ്ഞാൽ അതിനർത്ഥം അവിടെ നോയ്സ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. ഇപ്പോൾ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള നെറ്റ്വർക്ക്, കാരണം ഇവിടെ മറ്റൊരു ബുദ്ധിമുട്ടും ഇല്ല. ഓക്കെ, ഇനി നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്നത് എങ്ങനെ? ഇവിടെ ആയിരിക്കും ക്ലിക്ക് ചെയ്യുക. അത് തെറ്റാണ്, നിങ്ങൾക്ക് പല കാര്യങ്ങളും ചെയ്യാനുണ്ടാവും. അപ്പോൾ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഡെസ്ക്ടോപ്പിൽ വരും. നോക്കി, ഡെസ്ക്ടോപ്പിൽ നിന്ന് IP എടുത്തു കഴിഞ്ഞാൽ, അല്ല ഏതെടുത്താലും ശരി, ഇവിടാണ് ക്ലിക്ക് ചെയ്തത് കളയേണ്ടത് കേട്ടോ, അല്ലെങ്കിൽ മുകളിൽ പോവും. അപ്പോൾ അങ്ങനെ പാടില്ല. ഓക്കെ, ഇനി നമുക്ക് ഇതേപോലെ, അപ്പോൾ ഇത് ഏതാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയുമെന്നുള്ള ഒരു കാര്യം ചെയ്യുക. നിങ്ങളെപ്പോഴും ഇവിടെ ഒരു പ്ലേസ് നോട്ട് എന്ന് പറഞ്ഞ ഇതുണ്ട്. ആ പ്ലേസ് നോട്ട് ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ എഴുതി വെക്കുക, ഇതിൻ്റെ പേരെന്ന് പറയുന്നത് 192.168.1.1 എന്നാണ് നമ്മളിവിടെ നിന്ന് എഴുതി വെക്കുക. എന്ന് വെച്ചാൽ വേറെ ഒരാൾ ഇവാലുവേറ്റ് ചെയ്യാനൊക്കെ വരുമ്പോൾ അവർക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ കേട്ടോ. 192.168.1.2 എന്ന് ഇവിടെ എഴുതി വെച്ചു. ഓക്കെ, ഇപ്പോൾ ആർക്ക് വെളിയിൽ നിന്ന് ആര് വന്നു കഴിഞ്ഞാലും അവർക്കത് മനസ്സിലാവില്ല, വേഗം മനസ്സിലാവും അല്ലേ? ഓക്കെ, ഇനി ഇതിൽ സെലക്ട് ഒന്ന് ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം നമ്മളിവിടെ PC2-നകത്ത് ക്ലിക്ക് ചെയ്യുക. PC2-നകത്ത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ PC2-ൻ്റെ IP അഡ്രസ്സ് ഞാൻ ഇത് നിൽക്കുമ്പോൾ അങ്ങ് മറന്നു പോയെന്ന് വിചാരിക്കും. അപ്പോൾ ഞാൻ ipconfig എന്ന് ipconfig ഓക്കെ, ipconfig എന്ന് അടിച്ചാൽ ഞാൻ ഈ സിസ്റ്റത്തിൽ നിൽക്കുക. അപ്പോൾ എനിക്ക് കുറേ തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞാൻ പെട്ടെന്ന് എല്ലാം അങ്ങ് മറന്നുപോയി. അപ്പോൾ ഞാനിത് ipconfig എന്ന് അടിച്ചാൽ നമ്മുടെ IP അഡ്രസ്സ് എന്താണെന്ന്, IP വേർഷൻ 4 എന്താണെന്ന് ഇവിടെ തെളിഞ്ഞു വരും. ഓക്കെ, എനിക്ക് 1.2-ൽ നിന്ന് 1.1-ലേക്ക് പിങ് 192.168.1.1 എന്ന് ചെയ്യും. ഓക്കെ, ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് റിപ്ലൈ കിട്ടുവാണെങ്കിൽ അതിനകത്ത് ഇത് തമ്മിൽ കണക്ഷൻ ഉണ്ട് എന്നാണ്. ഓക്കെ, അപ്പോൾ ബേസിക് ആയിട്ടുള്ളൊരു കാര്യം മനസ്സിലായല്ലോ. ബേസിക് ആയിട്ട് എന്താണെന്നുള്ള കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ ഇനി ഓരോന്നും ഞാൻ 1 by 1 ആയിട്ട് കാണിക്കാം. അപ്പോൾ അതിന് മുമ്പ് ഒരു കാര്യം ഇവിടെ, ഇത് 2 സിസ്റ്റങ്ങൾ തമ്മിൽ കണക്ട് ചെയ്ത് ഇനി മൂന്നാമതൊരു സിസ്റ്റം വന്നാൽ എങ്ങനെ ആയിരിക്കും എന്ന് നോക്കാം. ഓക്കെ, മൂന്നാമതൊരു സിസ്റ്റം വന്നാൽ എങ്ങനെ നോക്കാം. വേറൊരു സിസ്റ്റം ഇവിടെ വന്നു, എന്നിട്ട് ഇയാൾക്ക് ഇവർ 2 പേരുമായിട്ട് കണക്ട് ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താ, ഒരു കണക്ഷൻ എടുത്തു. കണക്ഷൻ എവിടെ ഉള്ളത്? ഡിവൈസ് ടൈപ്പ് സെലക്ഷൻ വിൻഡോയ്ക്കകത്തുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കണക്ട് ചെയ്തു. ഏതാ നമുക്ക് വേണ്ടത്? സ്ട്രേറ്റ് ത്രൂ ആണോ ക്രോസ് ഓവർ ആണോ വേണ്ടത്? ഒരേ ടൈപ്പിലുള്ള ഡിവൈസ് ആണെങ്കിൽ നമ്മൾ കണക്ട് ചെയ്യുന്നത് ക്രോസ് ഓവർ വെച്ചിട്ടായിരിക്കും. നമ്മൾ ക്രോസ് ഓവർ കണക്ട് ചെയ്യുന്നു, ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു, ഫാസ്റ്റ് ചെയ്തിട്ട് 0-ൽ ക്ലിക്ക് ചെയ്തു. ഇതിൻ്റെ അപ്പുറത്തെ അറ്റം കൊണ്ട് ഈ സിസ്റ്റത്തിൽ ക്ലിക്ക് ചെയ്തു. അവിടെ ഫാസ്റ്റ് ചെയ്തിട്ട് 0 ഉണ്ടോ എന്ന് നോക്കി, ഉണ്ടോ? ഇല്ല. അപ്പോൾ കണക്ട് ചെയ്യാൻ പറ്റുമോ? USB-ക്കകത്തൊക്കെ പറ്റുമോ? പറ്റത്തില്ല കേട്ടോ. അപ്പോൾ ഇവിടെ കണക്ഷൻ പറ്റുന്നില്ല, ആളിവിടെ ഒറ്റപ്പെട്ട് നിൽക്കുന്നു. അതിനർത്ഥം 2 സിസ്റ്റങ്ങൾ തമ്മിൽ കണക്ട് ചെയ്യാൻ വേറെ ഒരു ഡിവൈസ്, ഒരു ഇൻ്റർകണക്ട് ചെയ്യുന്ന ഡിവൈസിൻ്റെ ആവശ്യമില്ല. പക്ഷേ മൂന്നാമതൊരു ഡിവൈസ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളതിനെ നമുക്ക് എങ്ങനെ കളയാൻ പറ്റും? ഇതിനെ കളയാൻ നമുക്ക് ഇതിന് മുകളിൽ ഒരു ഡിലീറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇതാണ് ഡിലീറ്റ്. ഡിലീറ്റിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എവിടെയാണ് ഈ എക്സ് വരുന്നത് അവിടെ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ വെക്കുമ്പോഴത്തേക്ക് പോകത്തില്ല, ഇതിൻ്റെ സൈഡിൽ കൊണ്ടുവന്ന് വെച്ചാൽ പോകത്തില്ല. ഇതിനകത്ത് ആ ഒരു നടുക്കത്തെ ആ വട്ടത്തിനകത്ത് തന്നെ ഇത് വരണം, എന്നാലേ ക്ലിക്ക് ചെയ്യും, എന്നാലേ ഡിലീറ്റ് ആവും. ഓക്കെ, അപ്പം 3 ഡിവൈസുകൾ ഇപ്പോൾ ആയി. ഈ 3 ഡിവൈസുകളെ തമ്മിൽ എങ്ങനെ കണക്ട് ചെയ്യും?
അതിന് വേണ്ടി ഉള്ള ഡിവൈസുകൾക്ക് അല്ല ഇൻ്റർ കണക്ട് ചെയ്യേണ്ട ഡിവൈസുകൾക്ക് പറയുന്ന പേരാണ് നെറ്റ്വർക്കിംഗ് ഡിവൈസ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഡിവൈസ് എന്ന് പറയും. അതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? സ്വിച്ച്, ഹബ്ബ്, റൂട്ടർ അല്ലേ? സ്വിച്ച്, ഹബ്ബ്, റൗട്ടറൊക്കെ ഉണ്ടാവും. ഓക്കെ, നമുക്ക് ഹബ്ബ് മുതൽ നോക്കണമെന്നില്ല, സ്വിച്ച് മുതൽ നോക്കുന്നതായിരിക്കും നല്ലത്. എന്നാൽ ഞാൻ എൻ്റെ ഹബ്ബ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇതാണ് ഹബ്ബ് എന്ന് പറയുന്ന ഡിവൈസ്. ഹബ്ബ് എന്ന് പറയുന്ന ഡിവൈസ് ചെയ്യുന്നത് എല്ലാ സിസ്റ്റങ്ങളെയും കണക്ട് ചെയ്യും. എന്നിട്ട് ഇത് ചെയ്യുന്നത് ശരിക്കും ഓവർഫ്ലോ ചെയ്യുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫ്ലഡ് ചെയ്യും. ഇതിനകത്തോട്ടൊരു ഇൻപുട്ട് വന്ന് ഈ PC1 എന്ന് പറഞ്ഞ ആൾക്ക് ഇപ്പോൾ PC2 സംസാരിക്കണമെന്ന് വിചാരിച്ചു, PC0ക്ക് PC2. അപ്പോൾ ഈ PC0 ഹബിനോട് പറയും, ഹബ് എന്ത് ചെയ്യും? ഈ PC1 PC2 പറയും. അപ്പോൾ ആർക്കുള്ളതാണോ എന്ന് അവർ മനസ്സിലാക്കിയതിന് ശേഷം അവർക്കുള്ളതാണോ അത് എടുക്കും. ഇല്ലെങ്കിൽ ഇയാൾ പറയും ഇതെനിക്കുള്ളതല്ല, അതുകൊണ്ട് എനിക്ക് ആ മെസ്സേജ് വേണ്ട എന്ന് പറയും. അതുകൊണ്ടാണ് ഈ ഹബ്ബ് എന്ന് പറയുന്നത് ലെയർ 1 ഡിവൈസ് ആണെന്നും ഇതിനൊരു ഇൻ്റലിജൻസ് ഇല്ല എന്നും പറയുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് നമുക്ക് ഇതിനകത്ത് ഇൻ്റലിജൻസ് ഇല്ല എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇതെടുക്കുന്നില്ല. അതിന് പകരം നമ്മൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള സ്വിച്ച് മുതലാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമ്മുടെ രണ്ടാമത്തെയാണ് സ്വിച്ച്. ഈ സ്വിച്ചിനകത്തുള്ള പ്രത്യേകത എന്ന് പറയുന്നത്, സ്വിച്ച് നോക്കുമ്പോൾ തന്നെ മനസ്സിലാകും. സ്വിച്ച് എവിടെ നിന്ന് എടുത്തത്? നെറ്റ്വർക്ക് ഡിവൈസ്. നെറ്റ്വർക്ക് ഡിവൈസിൽ നിന്നകത്തുള്ളതാണ് സ്വിച്ച് എന്ന് പറയും. സ്വിച്ച് എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതൽ സിസ്റ്റങ്ങളെ തമ്മിൽ കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്, അല്ലേ? ഒന്നിൽ കൂടുതൽ സിസ്റ്റങ്ങളെ കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഇൻ്റർ കണക്റ്റിംഗ് ഡിവൈസാണ് സ്വിച്ച് എന്ന് പറയുന്നത്. അപ്പോൾ സ്വിച്ചിനെ ക്ലിക്ക് ചെയ്താൽ പല തരത്തിലുള്ള സ്വിച്ചുകൾ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് 2960 എന്ന് പറഞ്ഞൊരു എടുത്തു. ഓക്കെ, അതെടുത്ത് സ്വിച്ച് എടുത്തു. ഇനി ഈ സ്വിച്ചിനകത്ത് ജസ്റ്റ് ഒന്ന് നോക്കുമ്പോൾ മനസ്സിലായി എത്ര പോർട്ട് ഉണ്ടെന്ന് നോക്കിയേ. 24 ഈ ഫാസ്റ്റ് ഈതർനെറ്റ് പോർട്ടുകളുണ്ട്. ഓക്കെ, 24 ഈതർനെറ്റ് പോർട്ടുകൾ ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ, ഇനി ഇനി നമുക്ക് അതിനർത്ഥം ഇതിനകത്ത് 24 സിസ്റ്റങ്ങളെ നമുക്ക് ഇങ്ങോട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ ഇൻ്റർ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഇവിടുന്ന് കണക്ഷൻസ് എടുക്കുന്നു. ക്രോസ് ഓവർ അല്ല എടുക്കേണ്ടത്, സ്ട്രെയിറ്റ് ത്രൂ ആണ് എടുക്കേണ്ടത്. അതിൻ്റെ കാരണം ഈ സിസ്റ്റം എന്ന് പറയുന്നതും സ്വിച്ച് എന്ന് പറയുന്നതും രണ്ട് തരത്തിലുള്ള ഡിവൈസുകളാണല്ലോ. ഒരേ ടൈപ്പിലുള്ള ഡിവൈസാണോ? അല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്ട്രെയിറ്റ് ത്രൂ കേബിൾ എടുത്തു. ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. എവിടെ ക്ലിക്ക് ചെയ്യുന്നത്? RS-232 അല്ല. USB പോർട്ടിലാണോ? അല്ല. പിന്നെ എവിടെ? ഇൻ്റർനെറ്റിൻ്റെ പോർട്ട്, അതാണ് ഫാസ്റ്റ് ഈതർനെറ്റ് പോർട്ട്. അവിടെ നിന്ന് ഇതിലെ ഏതെങ്കിലും ഒരു ഈതർനെറ്റ് പോർട്ടിലേക്ക് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നോക്കി, ആദ്യമേ ഇവിടെ ഒരു റോസ് നിറം വന്നു, അതിനുശേഷം അതിന് പച്ചയാവും. ഓക്കെ, ഇനി അതേ സമയത്ത് നമുക്ക് ബാക്കിയോട് ചെയ്യാം. ക്ലിക്ക് ചെയ്യുന്നു, ഫാസ്റ്റ് ഈതർനെറ്റ് 0 ചെയ്യുന്നു. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു കാര്യം നോക്കേണ്ട, ഫാസ്റ്റ് ഈതർനെറ്റ് 0/1 ഉണ്ടോ? ഇവിടെ ഇല്ല. ഓൾറെഡി അത് യൂസ് ചെയ്യപ്പെട്ടുകൊണ്ട് ഇനി അത് കാണിക്കത്തില്ല. അപ്പം നമ്മളിവിടെ ക്ലിക്ക് ചെയ്തു. ഇനി മൂന്നാമത്തെ സിസ്റ്റത്തിനകത്ത് ഫാസ്റ്റ് ഈതർനെറ്റ് 0-ക്കകത്ത് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ തൊട്ടടുത്ത ഏതെങ്കിലും ഒരു പോർട്ടിനകത്ത് ക്ലിക്ക് ചെയ്യും. നമ്മളിനി ഇവിടെ IP സെറ്റ് ചെയ്തിട്ടില്ല എന്ന് വയ്ക്കുക. ആ ഓറഞ്ച് നിറം ആകുന്നു, പിന്നെ അത് പച്ച ആയതുകൊണ്ട് അതിനർത്ഥം ഇത് തമ്മിലെ കണക്ഷൻ ഓക്കെ ആയി എന്നാണ് കേട്ടോ. ഞാൻ ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്തു, കോൺഫിഗറേഷൻ എടുത്തു. ഇവിടെ നിന്ന് വേണമെങ്കിൽ എനിക്ക് IP സെറ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് IP സെറ്റ് ചെയ്യാം. നമുക്ക് ഇവിടെ നിന്ന് IP സെറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് അതിൻ്റെ 192.168.1.3 എന്നാണ് ഞാൻ ഇതിന് കൊടുത്തത്. അപ്പോൾ ഇതിൻ്റെ സബ്നെറ്റ് മാസ്ക് ഇവിടെ വരും. ഓക്കെ, ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് വരും. ഓക്കെ, എന്നിട്ട് ഞാനിവിടെ ജസ്റ്റ് അതിനെക്കുറിച്ചൊന്ന് എഴുതി വെക്കാം. 192. ഇത് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുന്നതാണ് കേട്ടോ, ആൾക്കാർക്കൊന്ന് കാണാൻ അല്ലെങ്കിൽ മനസ്സിലാകാൻ, നിങ്ങൾക്ക് പിന്നീട് സംശയം തോന്നാതിരിക്കാൻ വേണ്ടി ഒന്ന് എഴുതി വെക്കുന്നതാണ് ഇപ്പോൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള നിങ്ങൾക്ക് ഇതിനകത്ത് ചെയ്യേണ്ടത് ഒരു LAN കണക്ഷനാണ്. അപ്പോൾ നമ്മൾ സ്വിച്ച് വരെയുള്ളതാണ് ഇന്ന് ചെയ്യുന്നത്. അതുകൊണ്ട് ഇനി ഓരോന്നിനെക്കുറിച്ച് ഞാൻ ബേസിക് ആയിട്ടുള്ള ഓരോന്നിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. അതിനുശേഷം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് 3 സിസ്റ്റങ്ങളുണ്ട്. ഈ 3 സിസ്റ്റങ്ങൾ തമ്മിൽ കണക്ട് ചെയ്യുന്നുണ്ടോ എന്നറിയാൻ ഇവിടെ ക്ലിക്ക് ചെയ്തു. നമ്മളെന്താ ചെയ്യുന്നത്? പിങ് ചെയ്യണം, അല്ലേ? പിങ് ചെയ്യണം. പിങ്
വൺ സോറി നമുക്കിവിടെ ഉണ്ടാവും 192.168.1.3 കണക്ഷൻ ആകുന്നുണ്ടോ എന്ന് നോക്കാം. ഉണ്ടല്ലോ, കണക്ഷൻ ആകുന്നുണ്ടല്ലേ. ഓക്കെ, അപ്പോൾ അവിടെ പ്രശ്നങ്ങളൊന്നുമില്ല, പെട്ടെന്ന് കണക്ഷൻ ആകുന്നുണ്ട്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ ഒരു കാര്യമൊന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇവിടെ നോക്കിയേ, ആഡ് സിമ്പിൾ പി ഡി എന്നുണ്ട്. ഇവിടെ ഒരു ആഡ് കോംപ്ലക്സ് പി ഡി, ഇത് ഉദ്ദേശിക്കുന്ന ഓരോ തരത്തിലുള്ള മെസ്സേജുകളാണ്. ഇപ്പോൾ അത്രയും മനസ്സിലാക്കിയാൽ മതി, അതൊരു മെസ്സേജാണ്. അപ്പം നമ്മൾ സിമുലേഷൻ നോക്കിയേ, നിങ്ങൾ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ സിമുലേഷൻ എന്ന് പറഞ്ഞ ടാബുണ്ട്, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഇങ്ങനെ തുറന്നു വരും. ഓക്കെ, സിമുലേഷൻ ടാബാണേ. ഇനി ഒരു സിമ്പിൾ പി ഡി എടുത്തു, അതിവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തു. അതിന് ശേഷം ഇവിടെ ക്ലിക്ക് ചെയ്തു. ഓക്കെ, അതിനർത്ഥം ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് വരേണ്ടത്. ഇത് സെൻറ്ററും ഇത് റിസീവറുമാണല്ലോ. ഓക്കെ, ഇനി ഇതെനിക്ക് കോൺസ്റ്റൻറ്റ് ഡിലേ ഇടാം, അല്ലാതെ ചെയ്യാം, എങ്ങനെയും ചെയ്യാം. കോൺസ്റ്റൻറ്റ് ഡിലേ എന്ന് പറയുന്നത് ഇത് ടൈമാണ് കേട്ടോ, നമുക്കിത് കാണിക്കുന്ന ടൈമാണ്. ഈ ടൈം എന്ന് പറയുന്നത് എനിക്ക് കുറയ്ക്കാം, അപ്പോൾ വളരെ പതുക്കെ വരും, അല്ലെങ്കിൽ വളരെ സ്പീഡിൽ വരും. ഞാനിപ്പോൾ ജസ്റ്റ് ഏതെങ്കിലും ഒരു ഇതിൽ വെച്ചു. ഓക്കെ, ഈ പിങ് എന്ന് വെച്ചാൽ അതിനർത്ഥം അവിടെ യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടോക്കോളാണ്, ICMP എന്ന് പറഞ്ഞൊരു പ്രോട്ടോക്കോളാണ്. അത്ര മാത്രം ഒന്ന് മനസ്സിലാക്കുക. ഇതിപ്പോൾ തുടങ്ങിയിട്ടില്ല, ഞാനിവിടെ പ്ലേ ചെയ്താൽ മാത്രമേ ഇത് തുടങ്ങത്തുള്ളൂ. ഇനി ഇതിനകത്ത് നോക്കിയേ, ഒരു മിനിറ്റ് ഞാൻ ഓക്കെ, ഈ എഡിറ്റ് ഫിൽറ്റേഴ്സ് എന്നുള്ളതിനകത്ത് നമുക്ക് ഓരോ തരത്തിൽ എന്തൊക്കെയാണ് വേണ്ടതെന്ന് ചെയ്യാം. നോക്കിക്കോണം, ഒന്ന് ശ്രദ്ധിച്ചോണേ. ഇവിടെ നോക്കിയാൽ ഷോ ഓൾ ഓർ നൺ എന്നുണ്ട്. അപ്പോൾ ഞാൻ ഷോ നൺ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഷോ നണ്ണായി. ഇപ്പോൾ ഇതിനകത്ത് ഒന്നുമില്ല. ഞാൻ എഡിറ്റ് ഫിൽറ്റേഴ്സിനകത്ത് ക്ലിക്ക് ചെയ്തിട്ട് എനിക്ക് പിങ് ആണ് ചെയ്യുന്നതെങ്കിൽ പിങ്ങിൻ്റെ ഡീഫോൾട്ടായിട്ട് ചെയ്യുന്നതാണ് ICMP എന്ന് പറയുന്നത്. അത് മാത്രം ഞാൻ ക്ലിക്ക് ചെയ്ത്. ഓക്കെ, അപ്പോൾ ഇവിടെ ICMP എന്ന് മാത്രം വന്നു. കാരണം നമുക്കത് മാത്രം കണ്ടാൽ മതി, ബാക്കിയുള്ള പാക്കറ്റ് ഒന്നും മനസ്സിലാക്കണ്ട. ഇപ്പോൾ ഇവിടെ നോക്കി ഇൻ പ്രോഗ്രസ് എന്നുണ്ട്. ഈ താഴെ നോക്കി ഇവിടെ എന്താ ഉള്ളതെന്ന് നോക്കി, ഞാൻ ജസ്റ്റ് ഒന്ന് വലുതാക്കിയതിന് ശേഷം കാണിക്കാം. ഇവിടെ ടൈമുണ്ട്, ലാസ്റ്റ് ഡിവൈസ് ഉണ്ട്, ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നതെന്നുണ്ട്. ഇപ്പോൾ PC0യിലാണ് നിൽക്കുന്നത്. PC0യിൽ നിന്ന് എവിടം വരെ എത്തി എന്നുള്ള കറണ്ട് പ്രോഗ്രഷൻസ് ആണ് ഇത് കാണിക്കുന്നത്. ടൈപ്പ് ICMP ആണ്, അല്ലെങ്കിൽ ഇത് പിങ് ആണ് കാണിക്കുന്നത്. ഓക്കെ, പിങ് എന്ന് പറയുന്ന ഒരു സംഗതിയാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഇനി ഇതേ സാധനം തന്നെയാണ് ഈ താഴെ വരുന്നത്, പക്ഷേ കുറച്ചുകൂടെ കാര്യമായിട്ടുണ്ട്. ഇൻ പ്രോഗ്രസ്സിലാണ്. PC0യിൽ നിന്ന് PC2യിലോട്ടാണ് പോകേണ്ടത്. ICMP വെച്ചിട്ടാണ് ചെല്ലേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാനൊന്ന് പ്ലേ ചെയ്യാം. ഓക്കെ, ഇതിവിടം വരെ പോകുന്നു. ഞാൻ കുറച്ചുകൂടെ സ്ലോ ആക്കാം കേട്ടോ. ഇവിടെ നിന്ന് സ്വിച്ചിൽ വന്ന്, സ്വിച്ചിൽ നിന്ന് എങ്ങോട്ട് വന്നു, PC2യിലേക്ക് വന്നു. മനസ്സിലാകുന്നുണ്ടോ? ഹബിനകത്തായിരുന്നു എന്ത് ചെയ്യാനേ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരും, ഇവിടെ നിന്ന് എങ്ങോട്ട് വരും, നേരെ എല്ലായിടത്തോട്ടും പോവും. അപ്പോൾ ഇയാൾ ഡിക്ലൈൻ ചെയ്യും, ഇയാളെടുക്കും. അപ്പോൾ തിരിച്ചൊരു അക്നോളജ്മെൻ്റ് ആയിരിക്കും. നമ്മളിപ്പോൾ കാണുന്നത്, ഞാൻ ഡേറ്റ നോക്കി, ഡേറ്റ സ്വിച്ച് PC0 വന്നു, PC0യിൽ വന്ന് സ്വിച്ചിലോട്ട് വന്നു, സ്വിച്ചിൽ നിന്ന് PC2യിൽ വന്നു, PC2യിൽ നിന്ന് വീണ്ടും സ്വിച്ചിലോട്ട് വന്നു, സ്വിച്ചിൽ നിന്ന് PC0യിലേക്ക് വന്നു. ഇതാണ് കാണിക്കുന്നത് കേട്ടോ. ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഈ പച്ച ടിക്ക് കാണിക്കുന്നത് കാണാൻ പറ്റുന്നത്, ഈ ഒരു പച്ച ടിക്ക് കാണിക്കുന്നത് അക്നോളജ്മെൻ്റ് ആണ്. ഒരു ഡേറ്റ PC0 സെൻഡ് ചെയ്ത് സ്വിച്ചിനകത്തൂടെ PC2യിലേക്ക് പോവുകയും അതിനത് കിട്ടി എന്ന് പറഞ്ഞ അക്നോളജ്മെൻറ്റ് അയക്കുന്നതാണ് ഇത്. ഇവിടെ ഒരു ടിക്ക് വരുന്നത്. ഓക്കെ, അക്നോളജ്മെൻ്റ് ആണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇതൊരു ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് ഇത്രയും കാണിച്ചതിനകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാമോ? എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാമോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ? ഇനി 1 by 1 ആയിട്ട് ഓരോ പോർഷനായിട്ട് ഞാൻ പറയാവേ. ഇനിയിപ്പോൾ ചെയ്ത കാര്യങ്ങൾ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം.
ഓക്കെ. എല്ലാവർക്കും റെഡിയാന്ന് തോന്നുന്നു. അപ്പോൾ ഇനി ഞാൻ ഇതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് ബേസിക് ആയിട്ടൊന്ന് പറയാം. നമ്മൾ സിസ്ക പാക്കറ്റ് ട്രേസർ യൂസ് ചെയ്യുന്നത് സിമുലേഷന് വേണ്ടിയാണ്. സിമുലേഷൻ ചെയ്യുന്നതിന് കാരണം നമുക്ക് പ്രാക്ടിക്കലി നമുക്ക് ചെയ്ത് നോക്കാനുള്ള ബുദ്ധിമുട്ടുകൾ, ലൈക്ക് ഒന്നാമത്തെ ടൈം, പിന്നെ പൈസ, അതൊക്കെ ബുദ്ധിമുട്ടായുള്ള സ്പേസ്, അങ്ങനത്തെ ഓരോ കാര്യത്തിനും പ്രശ്നങ്ങളുള്ളതുകൊണ്ടാണ് നമ്മൾ ശരിക്കും സിമുലേഷൻ ടൂൾ യൂസ് ചെയ്യുന്നത്. എക്സാക്ട്ലി ഫിസിക്കലി നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണോ കിട്ടുന്നത് അത് തന്നെയായിരിക്കും നമുക്ക് ഈ സിമുലേഷൻ ടൂളിനകത്ത് കിട്ടുന്നത്. ഓക്കെ. അപ്പോൾ ഇനി ഇതിനകത്ത് രണ്ട് തരത്തിലുള്ള കാര്യങ്ങൾ ആദ്യമേ പഠിക്കുക. രണ്ട് തരത്തിലുള്ള ഡിവൈസുകളാണുള്ളത്. ഒന്നെന്ന് പറയുന്നത് എൻഡ് ഡിവൈസ് എന്ന് പറയും, രണ്ടാമത്തത് നെറ്റ്വർക്ക് ഡിവൈസ് എന്ന് പറയും. ഇങ്ങനെയുള്ള ഡിവൈസുകൾ, ഈ എൻഡ് ഡിവൈസ് എന്ന് പറയുന്നത് ഒരു കണക്ഷൻ വരുമോ അല്ലെങ്കിൽ അവിടെ നിന്ന് പോവുകയോ ചെയ്യുന്നതിനാണ് ശരിക്കും എൻഡ് ഡിവൈസ് എന്ന് പറയുന്നത്. അതല്ല, പല ഡിവൈസുകളെ കണക്ട് ചെയ്ത് അല്ലെങ്കിൽ അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഏബിൾ ആക്കുന്നതിന് ഇടയ്ക്ക് നിൽക്കുന്ന ആൾക്കാരെ, അല്ലേ, കമ്മ്യൂണിക്കേഷന് ഇടയ്ക്ക് നിൽക്കുന്ന ആൾക്കാരെയാണ് ശരിക്കും എന്ന് പറയുന്നത് നെറ്റ്വർക്ക് ഡിവൈസുകളെന്ന് പറയുന്നത്. ഓക്കെ. ഇനി നമുക്ക് പലതരത്തിലുള്ള ഡിവൈസുകളുണ്ട്. അതിനകത്ത് രണ്ട് സെലക്ഷൻ ബോക്സുകൾ നമുക്കുണ്ട്, അല്ലെങ്കിൽ സെലക്ഷൻ വിൻഡോകളുണ്ട്. ഒന്ന് ഡിവൈസ് ടൈപ്പ് സെലക്ഷൻ വിൻഡോയും അത് ഡിവൈസ് സ്പെസിഫിക് സെലക്ഷൻ വിൻഡോ ആണ്. ഡിവൈസ് ടൈപ്പ് സെലക്ഷൻ വിൻഡോ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഏതൊക്കെ ടൈപ്പിലുള്ള ഡിവൈസുകൾ ഉണ്ടെന്നാണ് ആദ്യത്തെ മുകളിലത്തെ ഭാഗം. ആദ്യത്തെ നെറ്റ്വർക്ക് ഡിവൈസുകളാണ് കാണിക്കുന്നത്. നെറ്റ്വർക്ക് ഡിവൈസിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് റൂട്ടർ ഉണ്ട്, സ്വിച്ച് ഉണ്ട്, ഹബ് ഉണ്ട്, വയർലെസ് ഡിവൈസസ് ഉണ്ട്, അങ്ങനെ പലതരത്തിലുള്ള ഡിവൈസുകളുണ്ട്. ഇനി റൗട്ടറിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് അതിനെ ഓരോ സ്പെസിഫിക് ആയിട്ട് ഏതൊക്കെ റൗട്ടറുകളുണ്ട് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി അതേപോലെ സ്വിച്ചിന് അതേപോലെ തന്നെ ഉണ്ടാവാം, അതിന് ഹബിനും ഉണ്ടാകും, അങ്ങനെ ഓരോന്നിനും ഉണ്ട്. ഇനി അതേപോലെ അടുത്തതാണ് എൻഡ് ഡിവൈസസ്. എൻഡ് ഡിവൈസസിനകത്ത് എൻഡ് ഡിവൈസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇതിനകത്ത് തന്നെ ലാപ്ടോപ്പ്, PC, സെർവർ, പ്രിൻ്റർ, അങ്ങനെ ഓരോന്നും ഉണ്ട്. അതേപോലെ ഇനി അടുത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് വേണ്ടത് കണക്ഷൻസ് ആണ്. ഈ കണക്ഷൻസിനകത്ത് നമുക്ക് രണ്ട് തരത്തിലുണ്ട്. ഈ കണക്ഷൻ തന്നെ രണ്ട് തരത്തിലുണ്ട്. ബേസിക് കണക്ഷൻ ഉണ്ട്, സ്ട്രക്ചേർഡ് കേബിളിങ്ങും ഉണ്ട്. നമ്മൾ ബേസിക് കണക്ഷൻസ് ആണ് സാധാരണ യൂസ് ചെയ്യാറ്. അതിനകത്ത് നമുക്ക് ഇത് രണ്ടുമാണ് ഏറ്റവും കൂടുതൽ വേണ്ടി വരുന്നത്. ഇത് എന്ന് പറയുന്നത് ക്രോസ് ഓവർ കേബിളും ഇതെന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ത്രൂ കേബിളുമാണ്. ഒരേ തരത്തിലുള്ള ഡിവൈസുകളെ കണക്ട് ചെയ്യുന്നത് ക്രോസ് ഓവർ കേബിൾ വെച്ചിട്ടാണ്. ഇനി അതല്ല, രണ്ട് തരത്തിലുള്ള ഡിവൈസുകളാണ് നമ്മളതിനെ സ്ട്രെയിറ്റ് ത്രൂ കേബിൾ വെച്ചിട്ടായിരിക്കും നമുക്കതിനെ കണക്ട് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ പറഞ്ഞ കാര്യങ്ങൾക്ക് ഇനിയുള്ളത്, ഇവിടെ ഒരു സെലക്ട് എന്നുള്ളതാണ് ബൈ ഡീഫോൾട്ട് ആയിട്ടിരിക്കുന്നത്. ഇവിടെ ഇൻസ്പെക്ട് എന്ന് പറഞ്ഞാൽ ഇത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഏത് ഡിവൈസിൻ്റെ മുകളിൽ വെച്ചാൽ അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ഇവിടെ വരും. അതിനകത്ത് 3 ഈതർനെറ്റ് പോർട്ടുകൾ ഇപ്പോൾ അപ്പാണ് എന്ന് ഉണ്ട്. ദെൻ അടുത്താണ് ഈ ഡിലീറ്റ് എന്ന് പറയുന്നത്. ക്ലിക്ക് ചെയ്താൽ ഇപ്പോൾ ആക്റ്റീവായിട്ട് ഏതാണോ അതിനെ ഡിലീറ്റ് ആക്കാൻ പറ്റും. ദെൻ വേറെ ഞാൻ ഇവിടെ പറഞ്ഞു തന്നത് ഈ ഒരു പ്ലേസ് നോട്ട് എന്ന് പറഞ്ഞാണ്. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്തിനെക്കുറിച്ചാണ് അല്ലെങ്കിൽ ഇതെന്താണ് ബേസിക് ആയിട്ടുള്ളതെന്ന് ബാക്കിയുള്ളവർക്കൊന്ന് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ നോട്ടിഫൈ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ നമ്മൾ സാധാരണ ഒരു പ്രോഗ്രാം ഇടുന്ന സമയത്ത് നമ്മൾ കമൻറ്റ് ചെയ്യുന്നത് പോലാണ് നമ്മൾ ഈ പ്ലേസ് നോട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ ഇതുള്ളത് മെസ്സേജ്, നമുക്കൊരു ഒരു കമ്മ്യൂണിക്കേഷനകത്ത് നമുക്ക് വേണ്ട മെസ്സേജിനെ കാണിക്കുന്നത്, സിമുലേറ്റ് ചെയ്യാൻ വേണ്ടി കാണിക്കുന്നതാണിത്. ഇനി നമുക്ക് ഈ രണ്ട് കാര്യങ്ങളോട് പഠിക്കാം. അൺഡു ഉണ്ട്, റീഡു ഉണ്ട്, ദെൻ കോപ്പി ഉണ്ട്, പേസ്റ്റ് ഉണ്ട്. ഓക്കെ. ഇത്രയും കാര്യങ്ങൾ ബേസിക് ആയിട്ട് നിങ്ങളിപ്പോൾ മനസ്സിലാക്കിയാൽ മതി. ഇന്ന് നമ്മളിത് പറഞ്ഞത് നെറ്റ്വർക്കിനെ കുറിച്ചാണ് പറഞ്ഞത്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള നെറ്റ്വർക്ക് എന്ന് പറഞ്ഞ കണക്ഷൻ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് രണ്ടോ അതിലധികമോ സിസ്റ്റങ്ങൾ കമ്മ്യൂണിക്കേഷന് വേണ്ടി ഒരുമിച്ച് നിൽക്കുന്നതിനെയാണ്, ഇൻ്റർകണക്ട് ചെയ്യപ്പെടുന്നതിനാണ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും ബേസിക്കലി നമുക്ക് രണ്ട് സിസ്റ്റങ്ങൾ വേണം. നമ്മുടെ രണ്ട് സിസ്റ്റം എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു. ഏറ്റവും ബേസിക് ആയിട്ടുള്ള നെറ്റ്വർക്കിന് പറയുന്നത് LAN എന്നാണ്, അല്ലേ, ലോക്കൽ ഏരിയ നെറ്റ്വർക്കാണ്. അപ്പോൾ അതിനകത്ത് രണ്ട് സിസ്റ്റങ്ങൾ വെച്ചിട്ട് പറഞ്ഞാൽ വേണം അതിന് LAN എന്ന് പറയും. അപ്പോൾ രണ്ട് സിസ്റ്റങ്ങൾ കണക്ട് ചെയ്യുന്നതിൻ്റെ പ്രശ്നമില്ല, ഒരു കേബിൾ വെച്ചിട്ട് കണക്ട് ചെയ്യാം. പക്ഷേ മൂന്നാമതൊരു സിസ്റ്റം വരുന്ന സമയത്ത് അതിന് പോർട്ട് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഇൻ്റർ കണക്റ്റിംഗ് ഡിവൈസസുകൾ എടുക്കും, സച്ചാസ് ഹബ്ബ്, സ്വിച്ച് എന്നുള്ളത് എടുക്കും. ഇനി ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതാണ് ഒരു നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഒരു നെറ്റ്വർക്കിനകത്തെ ഡിവൈസുകൾ ലൈക്ക് ഒരു ക്ലാസ് അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആണെന്ന് വിചാരിച്ചു. നമ്മുടെ കോളേജിൽ ഒരു കോളേജിലെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആൾക്കാർക്ക് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. ഓക്കെ, അതാണ് ഒരു നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. രണ്ട് നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ ഒരു കോളേജിൽ തന്നെ രണ്ട് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർ തമ്മിലിപ്പോൾ കമ്പ്യൂട്ടർ എഞ്ചിനീയറിങ്ങിൻ്റെ ഒരു ലാബ് ഇലക്ട്രിക്കലുകാർക്ക് യൂസ് ചെയ്യണമെങ്കിൽ ഇലക്ട്രിക്കലുകാർ അവരുടെ HOD പറഞ്ഞതിന് ശേഷം ദെൻ പ്രിൻസിപ്പൾ മുഖാന്തരമാണ് ഇങ്ങോട്ട് വരാം. അതേപോലെ തന്നെ ആയിരിക്കും തിരിച്ചും. അപ്പോൾ ശരിക്കും രണ്ട് നെറ്റ്വർക്കുകൾക്ക് ഒരുപോലെ അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല.
ഒരു നെറ്റ്വർക്കിനകത്തുള്ള ഡിവൈസുകളെ കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ സ്വിച്ച് യൂസ് ചെയ്യുന്നത്. ഈ സ്വിച്ച് എന്ന് പറയുന്നത് ലെയർ 2 ഡിവൈസാണ്, ഡേറ്റ ലിങ്ക് ലെയറിനകത്തുള്ള ഡിവൈസാണ്. അതിനകത്ത് ക്യാം ടേബിൾ എന്ന് പറഞ്ഞൊരു ടേബിളുണ്ട്, എല്ലാവരും ഒരു ഉണ്ട്. അതിനകത്ത് ആ മെമ്മറിക്കകത്താണ് ക്യാം ടേബിൾ എന്ന് പറഞ്ഞിട്ടൊരു ടേബിളുണ്ട്. അതിനകത്താണ് നമുക്ക് മാക് അഡ്രസ്സുകൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഇതാണ് നമുക്ക് കാണാൻ പറ്റുന്ന മാക് അഡ്രസ്സ്. ഓരോ ഇൻ്റർനെറ്റിൻ്റെ അവിടെ ബേസിക് ആയിട്ടൊരു മാക് അഡ്രസ്സ് സ്പെസിഫിക് ആയിട്ട് അവർ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഓക്കെ, ഇനി ഇതിനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ പല നെറ്റ്വർക്കുകളെ കണക്ട് ചെയ്യേണ്ടി വരുമ്പോഴാണ് നമ്മൾ റൗട്ടർ യൂസ് ചെയ്യുന്നത്. അതൊന്നും ഞാൻ കാണിക്കുന്നില്ല. ബേസിക്കായിട്ട് റൗട്ടർ യൂസ് ചെയ്യുന്നത് പലതരത്തിൽ ഇതേപോലത്തെ തന്നെയുള്ള 2 നെറ്റ്വർക്കുകളെ കാണിക്കണമെങ്കിൽ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിലാണ് നമ്മൾ റൗട്ടർ യൂസ് ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒരു റൗട്ടർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കാണിക്കാം. ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി ആണ് കേട്ടോ. അപ്പോൾ രണ്ട് തരത്തിലുള്ള രണ്ട് നെറ്റ്വർക്കാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ 2 നെറ്റ്വർക്കുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും ഇതേപോലെ റൗട്ടറൂടെ വേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു കണക്ഷൻ കൊടുത്തിട്ട് നമ്മൾ ഇങ്ങനെ സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഒരു കണക്ഷനോടെ കൊടുത്തു കഴിഞ്ഞാൽ, കണക്ഷൻ കൊടുത്താൽ മാത്രം പോരാ, ഇവിടെ കുറച്ച് പ്രോട്ടോക്കോൾ ഉണ്ട്, സ്പെസിഫിക് ആയിട്ട് പ്രോട്ടോക്കോൾ. ആ പ്രോട്ടോക്കോൾ വെച്ച് നമുക്ക് കണക്ട് ചെയ്യേണ്ടി വരും. നമുക്ക് ഇതേപോലെ കണക്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇനി ഞാനിത് ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് ഒരു ഐ പിയെ കുറിച്ച് പറയാം. പിന്നെ ഇതെല്ലാം ഒന്ന് കളഞ്ഞേക്കാം. ഇനി ഒരു കാര്യമുള്ളൂ, ജസ്റ്റ് ആ ഒരു ഐ പിയെ കുറിച്ച് ബേസിക് ആയിട്ടുള്ള കാര്യം പറയാം. നിങ്ങൾക്ക് ഓൾറെഡി സാർ ക്ലാസ് എടുത്തിട്ടുണ്ടാവും. ബേസിക് ആയിട്ടുള്ള ഐ പിയെ കുറിച്ച് ഒരു ഐ പി അഡ്രസ്സ് എന്ന് പറയുന്നത് 8 ബിറ്റ് ആയിരിക്കും. ഓക്കെ, 1 2 3 4 ഇടാം അല്ലേ. 1 2 3 4 5 6 7 8 8 ബിറ്റ്. വീണ്ടും 1 2 3 4 5 6 7 8. നമുക്കൊരു ഐ പി വേർഷൻ 4 എന്ന് പറയുന്നത് 24 ബിറ്റാണ് കേട്ടോ. അപ്പോൾ 1 2 3 4 5 6 7 8 ഡോട്ട് 1 2 3 4 5 6 7 8. ഓക്കെ, ഇതേപോലെ മൊത്തത്തിൽ 24 ബിറ്റുകളുണ്ടായിരിക്കും. എന്ന് വെച്ചാൽ 4 ഒക്ടറ്റ് എന്നാണ് പറയുന്നത്. വെച്ചാൽ അതിനർത്ഥം 4 4 8 ബിറ്റുകളുടെ കൂട്ടങ്ങളായിരിക്കും. ഓക്കെ, അപ്പോൾ 4 ഒക്ടറ്റ് എന്ന് പറയുമ്പോൾ ഓരോന്നിനകത്തും 8 ബിറ്റുകളുണ്ടാവും. ഏറ്റവും നമ്മൾ ഇതിനകത്ത് പ്രിഫറൻസ് കൊടുക്കുന്നത് നെറ്റ്വർക്ക് പാർട്ടിനായിരിക്കും. ഓക്കെ, ഇതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയാം. ഇതൊരു 8 ബിറ്റ് സോറി 8 ബിറ്റ് അങ്ങനെ എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 4 അല്ലേ. അപ്പം മൊത്തം കൂടെ കൂട്ടുമ്പോഴത്തേക്ക് നമുക്ക് എത്ര കിട്ടി? 32 ബിറ്റ്. ഓക്കെ, 32 ബിറ്റാണ് നമ്മൾ ഐ പി വേർഷൻ 4 എന്ന് പറയുന്നത്. അതിനകത്ത് നമുക്ക് 2 തരത്തിലുണ്ട്. ഒന്നാമത്തെ നെറ്റ്വർക്ക് പാർട്ട് എന്ന് പറയും, ബാക്കി ഹോസ്റ്റ് എന്ന് പറയും. ഓക്കെ, നെറ്റ്വർക്കും ഹോസ്റ്റുമായിട്ട് നമ്മളിതിനെ തിരിച്ചിട്ടുണ്ട്. ഒരു നെറ്റ്വർക്കിനകത്ത് എത്രമാത്രം ഹോസ്റ്റുകൾ വരാൻ പറ്റും എന്നുള്ളതാണ് നമുക്ക് എപ്പോഴും നമ്മളെ കുഴക്കുന്ന ചോദ്യം. അപ്പോൾ നമുക്ക് ഈ ഐ പി വേർഷൻ 4 എന്ന് പറയുന്ന പല ക്ലാസ്സുകളുണ്ട്. ക്ലാസ് എ, ദെൻ ക്ലാസ് എ ഉണ്ട്, ക്ലാസ് ബി, ക്ലാസ് സി, ക്ലാസ് ഡി, ദെൻ ക്ലാസ് ഇ. ഓക്കെ, അപ്പോൾ ഇതിനെയൊക്കെ ശരിക്കും ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നത് നെറ്റ്വർക്കിൻ്റെ പാർട്ട് എത്രയാണ്, ഹോസ്റ്റിൻ്റെ പാർട്ട് എത്രയാണ്. ഓക്കെ, അപ്പോൾ നെറ്റ്വർക്കിൻ്റെ പാർട്ട് ഉണ്ടാവും. ദെൻ ഇവിടെ നെറ്റ്വർക്കിൻ്റെ പാർട്ട്, ദെൻ അതേപോലെ ഹോസ്റ്റിൻ്റെ പാർട്ട്. ഓക്കെ, നെറ്റ്വർക്കിൻ്റെ ഹോസ്റ്റിൻ്റെ എണ്ണം എത്രയാണ് എന്നറിയുന്ന, അല്ലെങ്കിൽ അത് വെച്ചിട്ടാണ് നമ്മൾ ക്ലാസ് എ ക്ലാസ് ബി എന്ന് തിരിക്കുന്നത്. അപ്പം നമ്മൾ ഇപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്ന 192.168. അതിനെക്കുറിച്ച് മാത്രം ഞാനിപ്പോൾ പറയാം. ജസ്റ്റ് 192.1
168.1.1 എന്ന് പറഞ്ഞ് ഇതിനകത്ത് നമുക്കത് ചെയ്യുമ്പോൾ /24 എന്നാണ് വരുന്നത്. ഓക്കെ, ഈ /24 എന്ന് വെച്ചാൽ അതിനർത്ഥം ഈ /24 ഉദ്ദേശിക്കുന്നത് ഈ ആദ്യത്തെ 24 ബിറ്റ്, ഓക്കെ, ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്, ആദ്യത്തെ 24 ബിറ്റ് നെറ്റ്വർക്കിനെ കാണിക്കുന്നു എന്നാണ്. ഓക്കെ, അപ്പോൾ ഇത് ക്ലാസ് സി ആണ്. അതിനകത്ത് ആദ്യത്തെ 24 ബിറ്റുകൾ എന്ന് വെച്ചാൽ ആദ്യത്തെ 8 രണ്ടാമത്തെ 8 മൂന്നാമത്തെ 8 ഈ മൂന്ന് 8 ഒക്ടക്റ്റുകൾ അല്ലെങ്കിൽ 24 ബിറ്റുകൾ നമ്മളെ കാണിക്കുന്ന നെറ്റ്വർക്ക് ആണെന്നാണ്. ഓക്കെ, ബാക്കിയുള്ള 8 ബിറ്റ് ഹോസ്റ്റ് പാർട്ടാണ്. അപ്പോൾ ആദ്യത്തെ 24 ബിറ്റുകൾ 1 ആക്കിയാൽ എന്ന് വെച്ചാൽ ആദ്യത്തെ 8 1 2 3 4 5 6 7 8 ഇത്ര എണ്ണത്തിന് 1 ആയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ബൈനറിയിൽ അല്ലെങ്കിൽ ഡെസിമലിൽ അതിൻ്റെ ഈക്വലൻ്റ് എന്ന് പറഞ്ഞാൽ 255 എന്ന് പറഞ്ഞൊരു നമ്പറാണ്. ഇനി അതേപോലെ തന്നെ അടുത്തത് അങ്ങനെ ആക്കും. അപ്പോൾ നമുക്ക് 255 എന്ന് പറയുന്നത് നമ്പർ കിട്ടും. അതിന് വീണ്ടും അങ്ങനെ ആക്കും. നെറ്റ്വർക്ക് പാർട്ട് മുഴുവൻ, നെറ്റ്വർക്കിനകത്തെ പാർട്ട് ഏതൊക്കെയാണോ അത് മുഴുവൻ നമ്മൾ അടുത്ത ബാക്കി വരുന്നത് എന്താ, ഹോസ്റ്റ് പാർട്ടാണ് അല്ലേ വരുന്നത്. ബാക്കി ഹോസ്റ്റിനകത്തുള്ള 8 ബിറ്റും നമ്മൾ 0 ആക്കും. അപ്പോൾ നമുക്ക് ഈക്വലൻ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നത് എത്രയാണ്, 0 ആണ് അല്ലേ. 8 ബിറ്റ് നമുക്ക് 0 ആയി കിട്ടുന്നത് എത്രയാണ്, 0 ആണ്. ഓക്കെ, അപ്പോൾ ഇതായിരിക്കും ഈ കാണിക്കുന്ന ഈ നമ്പർ എന്താ 255.255.255.0 എന്ന് കാണിക്കുന്നതായിരിക്കും എന്ത്, നെറ്റ്വർക്ക് മാസ്ക് എന്ന് പറയുന്നത്, നെറ്റ്വർക്കിൻ്റെ മാസ്ക്. ഈ നെറ്റ്വർക്ക് മാസ്ക് സ്പെസിഫിക്കലി കാണിക്കുന്നത് ഇതിനകത്ത് എത്ര നെറ്റ്വർക്ക് പാർട്ടാണ് അല്ലെങ്കിൽ എത്ര ഹോസ്റ്റ് പാർട്ട് അല്ലേ, ഇതിനകത്ത് എത്ര ഹോസ്റ്റ് എത്ര നെറ്റ്വർക്ക് ഉണ്ടാവും എന്ന് കാണിക്കാൻ വേണ്ടിയാണ് നമ്മളിതിന് നെറ്റ്വർക്ക് മാസ്ക് വരുന്നത്. അപ്പോൾ നമ്മളിവിടെ 192.168.1.1 എന്ന് പറയുമ്പോഴത്തേക്കും ബൈ ഡീഫോൾട്ട് അതാണ് 255.255.255.0 എന്ന് പറഞ്ഞൊരു മാസ്ക് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും ഇന്ന് പഠിച്ച കാര്യങ്ങൾ എന്താണ് പാക്കറ്റ് ട്രേസർ, എന്തിനാണ് സിമുലേഷൻ, ദെൻ ഇവിടെയുള്ള ഏതൊക്കെ തരത്തിലുള്ള ഡിവൈസ് ഉണ്ട്, ഡിവൈസ് സ്പെസിഫിക് സെലക്ഷൻ വിൻഡോ എങ്ങനെയാണ്, ദെൻ അതേപോലെ ഈ മുകളിലുള്ള ചെറിയ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ മാത്രം നമ്മൾ പഠിച്ചു. ഒരു സിസ്റ്റത്തിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കി. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് ക്ലിക്ക് ചെയ്തായിരുന്നു. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്തു, ഫിസിക്കലായിട്ട് അതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് കാണാൻ പറ്റും. ദെൻ കോൺഫിഗർ ചെയ്യാൻ പറ്റും. കോൺഫിഗർ ചെയ്യാൻ പറ്റും നമ്മൾ ഇൻ്റർഫേസിനകത്തോട് ഈതർനെറ്റിനാണ് കോൺഫിഗർ ചെയ്യാൻ പഠിച്ചത്, അല്ല IP ആണ് കോൺഫിഗർ ചെയ്യാൻ പഠിച്ചത്. അത് തന്നെയാണ് ഡെസ്ക്ടോപ്പിനകത്ത് IP കോൺഫിഗറേഷൻ വെച്ചിട്ട് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ പഠിച്ചു. പിന്നെ കമാൻഡ് പ്രോംപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ പിങ് ചെയ്യുക എന്ന് പഠിച്ചു അല്ലേ. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ബേസിക് ആയിട്ട് അറിയാം. ഇത്രയും കാര്യങ്ങളൊന്ന് നോക്കുക. നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് അത് ഇൻസ്റ്റാളേഷൻ നെറ്റ് അക്കാഡ് എന്ന് പറഞ്ഞിട്ടൊരു നെറ്റ് അക്കാഡമി എന്ന് പറഞ്ഞ നെറ്റ്വർക്ക് അക്കാഡമി എന്ന് പറഞ്ഞ സിസ്കോടെ തന്നെ ഇതുണ്ട്. ഓക്കെ, ഈ നെറ്റ് അക്കാഡ് എന്നുള്ളതിനകത്ത് കയറിയാൽ ഇതിന് ഇവിടെ നിങ്ങൾക്ക് ഒരു ലോഗിൻ ഉണ്ടാക്കാൻ പറ്റും. പ്രിഫർ ചെയ്യുന്നത് നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് ലോഗിൻ ഉണ്ടാക്കാമെന്നാണ്. അപ്പോൾ ഇതിനകത്ത് കയറിയിട്ട് വേണം ഞാൻ ഇതിനകത്ത് ഇപ്പോൾ എനിക്ക് ഇതിനകത്തൊരു അക്കൗണ്ട് ഉണ്ട്. ഞാൻ അപ്പോൾ അതിനകത്തുനിന്ന് കയറുവാണ്. ഇത് ഫ്രീ ആണ്. നിങ്ങൾ ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള ഇൻപുട്ടുകൾ മാത്രം കൊടുത്താൽ മതി. ഇത് ഫ്രീ ആണ്. ഇത് നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ ഇതിനകത്തൊരു അക്കൗണ്ട് ഉണ്ടാക്കുക. കാരണം ഇതിനകത്ത് അക്കൗണ്ട് ഉണ്ടാക്കാനുള്ള മെച്ചം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ സിസ്കോ പാക്കറ്റ് ട്രേസർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഞാനിവിടെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഞാൻ ഓൾറെഡി ലോഗിൻ ചെയ്തിട്ടാണ് കയറുന്നത്. അപ്പോൾ ഇത് ഓരോന്നും നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് വേഷം ആണെങ്കിൽ ഒന്നാമത്തെ കാര്യം ഗസ്റ്റ് ആയിട്ടാണെങ്കിൽ 3 നെറ്റ്വർക്കുകൾ മാത്രം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. പിന്നെ ബാക്കിയുള്ളവരുമായിട്ട് ഇൻകോപ്പറേറ്റ് ചെയ്യാനും ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്തായാലും അതിനകത്ത് ലോഗിൻ ഉണ്ടാക്കുക. ഞാൻ ഇതൊരു ഇതിനകത്ത് കയറുക, netacard.com/portal/learning. അപ്പോൾ അതിനകത്ത് റിസോഴ്സുകൾ ഉണ്ടാകും. ഈ റിസോഴ്സിനകത്ത് ഡൗൺലോഡ് പാക്കറ്റ് ട്രേസർ ഉണ്ടാകും. ഈ ഒരു ലിങ്ക് ഞാൻ എന്തായാലും ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അപ്പോൾ ഇതിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് റിസോഴ്സസ് ഉണ്ടാകും. ഈ റിസോഴ്സിനകത്ത് ഡൗൺലോഡ് പാക്കറ്റ് ട്രേസർ എടുക്കുക. ഈ പാക്കറ്റ് ട്രേസർ എന്ന് പറയുന്നത് പലതരത്തിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് താഴോട്ട് വരിക. ഈ ഡൗൺലോഡ്സിനകത്ത് വിൻഡോസും ഉണ്ട്, ലിനക്സും ഉണ്ട്, മാക് OS ഉണ്ട്, ദെൻ അതേപോലെ തന്നെ ആൻഡ്രോയിഡും ഉണ്ട്. അപ്പോൾ ആൻഡ്രോയിഡിനകത്തുള്ള നിങ്ങൾക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് കിട്ടും.
പക്ഷേ ഈ വിൻഡോസ് ഉള്ളവർ ഒന്ന് ശ്രദ്ധിക്കുക. വിൻഡോസ് ഉള്ളവർ 64 ബിറ്റും ഉണ്ട്, 32 ബിറ്റും ഉണ്ട്. ഓക്കെ, അപ്പം നിങ്ങളുടെ ഇത് എത്രയാണെന്ന് നോക്കുക. അതെങ്ങനെ നോക്കുന്നത് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഇതെങ്ങനെ നോക്കുക? നമ്മുടെ മൈ കമ്പ്യൂട്ടർ എടുക്കുക, പ്രോപ്പർട്ടീസ് എടുക്കുക. മൈ കമ്പ്യൂട്ടറിൻ്റെ പ്രോപ്പർട്ടീസ് എടുക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഉണ്ടാവും അല്ലേ? നോക്കിയാൽ സിസ്റ്റം ടൈപ്പ് 64 ബിറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ നോക്കിയാൽ മതി. അപ്പോൾ എൻ്റെ 64 ബിറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അപ്പോൾ ഞാൻ തിരിച്ചു വന്നു. 64 ബിറ്റ് ഡൗൺലോഡ് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒന്ന് എനിക്ക് ചിലർക്ക് സിപ്പായിട്ടായിരിക്കും വരുന്നത്. എനിക്ക് സിപ്പ് അല്ലാതാണ് വന്നത്. സിപ്പാണെങ്കിൽ അത് അൺസിപ്പ് ചെയ്യുക. ബേസിക്കായിട്ട് ജസ്റ്റ് സാധാരണ പോലെ തന്നെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെറുതെ ഇൻസ്റ്റാളേഷൻ കൊടുത്താൽ മതി. സിമ്പിളായിട്ടിത് ഇൻസ്റ്റാൾ ചെയ്ത് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ബേസിക്കായുള്ള ഇൻസ്റ്റാളേഷൻ പറഞ്ഞു. ഇനിയിപ്പോൾ ഫോണിനകത്തുള്ളവർ പ്ലേ സ്റ്റോറിൽ കയറുക. വെറുതെ പാക്കറ്റ് റേസർ എന്ന് വെച്ചാൽ